14.5 13.1 തമ്മിൽ സംഖ്യകളുടെ ശരാശരി എം സിയുടെ ഒരുമിച്ചുള്ള ശരാശരി NDPC വന്ന ഒരു ചോദ്യം കൂടുതൽ +5 ശരാശരിയെക്കാളും 2.5 കുറവാ സുഹൃത്തെ. 2.25 എന്ന് പറയുമ്പോൾ 10 കൂടുതലാ. 3:3 എക്സിന്റെ വാല്യൂ 12. ഒരു എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് 10 2.0യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇനി വരാൻ പോകുന്ന RRB പരീക്ഷകൾക്ക്, എസ്പെഷ്യലി ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഷോർട്ട് കട്ടുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന്, മലയാളത്തിൽ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ ട്രിക്കുകളുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരാൻ പോകുന്ന RRB പരീക്ഷകൾ എഴുതുന്ന എല്ലാവരും ഈ ഒരു ക്ലാസ് ആദ്യം അവസാനം കാണാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ഒരു ചാനൽ കമ്പാരിറ്റീവ്ലി പുതിയൊരു ചാനലാണ്. ഈ ഒരു ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. പിന്നെ RRB പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് തീർച്ചയായും ഈ ചാനലിലെ ക്ലാസ്സുകൾ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ടെലിഗ്രാം ചാനലിലൂടെയാണ് നമ്മൾ കൊടുത്തു പോകുന്നത്. ട്രിക് 10 RRB എന്ന് തന്നെയാണ് ഈ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ഇതുവരെയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മലയാളത്തിൽ ശരാശരി എന്ന് പറയും. ഇംഗ്ലീഷിൽ ആവറേജിന് വേറൊരു വാക്കും കൂടെ ഉണ്ട്, മീൻ, MEAN. ഒന്നുകിൽ ആവറേജ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ ശരാശരി എന്ന് പറയും, അല്ലെങ്കിൽ മീൻ എന്ന് പറയും. പണ്ട് മുതലേ നമുക്കറിയാം, ആവറേജ് എന്ന് പറഞ്ഞാൽ ആകത്തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഒന്നുകൂടെ പറയുന്നു, ആകത്തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. മൊത്തം എത്രയുണ്ടോ അതിനെ മൊത്ത എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെയാണ് ശരാശരി എന്ന് പറയുന്നു. വേറെ ഒരു രീതിയിൽ ശരാശരിയെ പറഞ്ഞാൽ മൊത്തം എത്രയുണ്ടോ അതിനെ തുല്യമായി പകുക്കുന്ന പരിപാടിയാണ് ശരാശരി. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിൽ ശരാശരി 5 മുട്ടായി വീതം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ക്ലാസ്സിലെ കുട്ടികളുടെ മുഴുവൻ മുട്ടായി നമ്മളിങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് അതിനെ എല്ലാവർക്കും തുല്യമായി പകുത്തപ്പോൾ 5 വെച്ച് കിട്ടി. അപ്പൊ ശരാശരി കാണാൻ മുഴുവൻ എത്രയുണ്ടോ അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, സം ബൈ നമ്പർ, തുക ഡിവൈഡഡ് ബൈ എണ്ണം. അങ്ങനെയാണ് സം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ആവറേജ് ഇൻറ്റു നമ്പർ. കാര്യം സമ്മാണ്. സമ്മ് കാണാൻ ഇത് ക്രോസ് ചെയ്താൽ മതി, ആവറേജ് ഇൻറ്റു നമ്പർ. അങ്ങനെയാണ് നമ്പർ കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, സം ബൈ ആവറേജ്. ഈ 3 കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പറാണ്. സം എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പറാണ്. നമ്പർ എന്ന് പറയുന്നത് സം ബൈ ആവറേജ് ആണ്. മലയാളത്തിൽ പറഞ്ഞാൽ ശരാശരി കാണാൻ ആകത്തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇനി തുക കാണാൻ ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. ഇനി എണ്ണം കാണാൻ ആകത്തുകയെ ആവറേജ് കൊണ്ട് ഹരിക്കുക. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, എനിക്കറിയാം. ഇനി ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ആകെ 3 സാധനങ്ങളാണ്, സമ്മ്, ആവറേജ്, നമ്പർ. ഇതിൽ തുക മാത്രമേ ഉള്ളൂ ഗുണിക്കുന്നത്. കാര്യം തുക എന്ന് പറയുന്നത് പണ്ടേ നിങ്ങൾക്കറിയാം വലിയ ആളാണ്. തുക ഒരുപാടുണ്ടായതുകൊണ്ട് അത് ഗുണിക്കും, ആവറേജ് ഇൻറ്റു നമ്പർ. ബാക്കി രണ്ടും ഹരിക്കുവാണ്. ഹരിക്കുന്നതിൻ്റെ മുകളിൽ സമ്മായിരിക്കണം. ആവറേജ് കാണാൻ സം ബൈ നമ്പർ, നമ്പർ കാണാൻ സം ബൈ ആവറേജ്. ഒന്നുകൂടെ, ഇതിൽ സമ്മ് മാത്രമേ ഉള്ളൂ ഗുണിക്കുന്ന. തുക എന്ന് പറയുന്നത് വലിയതാണ്. സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് കാണാൻ സം ബൈ നമ്പർ, നമ്പർ കാണാൻ സം ബൈ ആവറേജ്. സമ്മ് മാത്രമേ ഗുണിക്കുന്നുള്ളൂ, ബാക്കി രണ്ടെണ്ണവും ഹരിക്കുവാണ്. ഹരിക്കുന്നതിൻ്റെ മുകളിൽ സമ്മായിരിക്കണം. ഇത്ര ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ സം ഗുണിക്കുന്നു, ആവറേജ് ഇൻറ്റു നമ്പർ.
ആവറേജ് ഹരിക്കുന്നു സം ബൈ നമ്പർ, നമ്പർ ഹരിക്കുന്നു സം ബൈ ആവറേജ്. അപ്പോൾ ചോദ്യം നമ്പർ 1 പോകുന്നു. എല്ലാ ചോദ്യവും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, മലയാളത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരും ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരും ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഒന്നിടവിട്ടുള്ള ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ മലയാളത്തിലും ചില ചോദ്യങ്ങൾ ഇംഗ്ലീഷിലുമാണ്. മലയാളത്തിൽ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ചോദ്യം നമ്പർ 1 2022 ചോദിച്ചാണ്. ചോദ്യം ഇങ്ങനെയാണ്: ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ടേബിൾ, വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് സ്ക്രൂസ് മാനുഫാക്ചർഡ് ഇൻ ദ യൂണിറ്റ് ഇൻ ഗിവൺ 6 months? അതായത് ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന സ്ക്രൂകളുടെ എണ്ണമാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. ജനുവരിയിൽ 200, ഫെബ്രുവരിയിൽ 300, മാർച്ചിൽ 250, ഏപ്രിൽ 250, മെയ്യിൽ 250, ജൂണിൽ 250. നമുക്ക് മനസ്സിലായി 6 മാസമുണ്ട്. 6 മാസമുണ്ട്. ഈ 6 മാസത്തിൻ്റെ ശരാശരിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കണ്ടോ, ഈ 6 മാസത്തിൻ്റെ ശരാശരി സ്ക്രൂ ഉണ്ടാക്കിയതിൻ്റെ എണ്ണമാണ്. ഇത് വളരെ പ്രോപ്പറായി എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ശരാശരി കാണാൻ സം ബൈ നമ്പറാണ്. അപ്പോൾ ഈ 6 മാസത്തിൻ്റെ തുക 200, 300, 500, 500, 250, 250 കൂടെ ആകുമ്പോൾ വീണ്ടും 500, 1000 പിന്നെയും 2 250, 1500. അപ്പോൾ ഉണ്ടാക്കിയ സ്ക്രൂവിൻ്റെ തുക എന്ന് പറയുന്നത് 1500. ഇനി എണ്ണം എന്ന് പറയുന്നത് 6 മാസമാണ്. എണ്ണം എന്ന് പറയുന്നത് 6. 1500-നെ 6 കൊണ്ട് ഹരിച്ചു നോക്കൂ, നമ്മുടെ ഉത്തരം 250 സെറ്റാണ്. മുമ്പോട്ട് വാ. ഓക്കെ, ഇങ്ങനെയാണ് ഈ സാധനം വളരെ പ്രോപ്പറായി ചെയ്യുന്ന രീതി. ഓക്കെ, ഇനി ആവറേജ് കാണാനായിട്ട് ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറയാം, കേട്ടോണം. വേറൊരു കാര്യം ചില ക്വസ്റ്റ്യൻ്റെ അകത്തിൽ ഒത്തിരി നമ്പർ വരുമ്പോൾ ഇതെല്ലാം കൂട്ടി എല്ലാം കൊണ്ട് ഹരിക്കാന്നൊക്കെ പറയുന്ന ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇവരുടെ ആവറേജാണ് വേണ്ടി. എന്താ ഇവരുടെ ആവറേജ്? 200, 300, 250, 250, 250, 250 ഇവരുടെ ആവറേജ് വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ അങ്ങ് സപ്പോസ് ചെയ്യാം. അതായത് ഒരു വാല്യൂ ആണ് ഇവരുടെ ആവറേജ് എന്നങ്ങ് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. 200, 300, 250, 250, 250, 250. ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവരുടെ ശരാശരി 250. എന്താ ഇവരുടെ ശരാശരി 200. നിങ്ങൾക്ക് വേണേൽ ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. 200 എടുക്കാം, 300 എടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനം ആവണമെന്നേ ഉള്ളൂ. ഇല്ലേലും കുഴപ്പമില്ല. ഞാൻ 250 എടുത്തു. ആദ്യത്തേത് 200. ആദ്യത്തേത് 200 എന്ന് പറയുമ്പോൾ 50 കുറവാണ്, -50. പിന്നെ 300. അപ്പോൾ ശരാശരി നമ്മളെടുത്ത അസ്യൂം ശരാശരിയിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്. അടുത്ത 300. അപ്പോൾ 50 കൂടുതലാണ്, 50 കൂടുതൽ. അടുത്ത 250, 0. അടുത്തതും 250, 0. നമ്മളെ ശരാശരിയിൽ നിന്നുള്ള മാറ്റമാണ് പറയുന്നത്. ഇതും 0, ഇതും 0. അപ്പോൾ ശരാശരിയിൽ നിന്ന് എത്രത്തോളം മാറ്റം ഇവിടെ സംഭവിച്ചു? ഒരിടത്ത് -50, ഒരിടത്ത് +50. അത് രണ്ടും കൂടെ കൂട്ടിയാലും എന്ത് തന്നെയാണ് വരിക? 0. അപ്പം നമ്മൾ അസ്യൂം ചെയ്ത ശരാശരിയിൽ നിന്ന് എത്രത്തോളം ഡീവിയേഷൻ സംഭവിച്ചെന്ന് ചോദിച്ചാൽ 0 അപ്പം നമ്മുടെ ഉത്തരവും 250. ഈ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഒന്നുകൂടെ പറയുന്നു, 200, 300, 250, 250, 250. അപ്പോൾ ഇവരുടെ ശരാശരി ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു വാല്യൂ ആയിട്ട് നിങ്ങളങ്ങ് അസ്യൂം ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ 250. ഞാൻ എഴുതി ഇവരുടെ ശരാശരി 250. ഇവരുടെ ശരാശരി 250 എന്നങ്ങ് ഇരിക്കട്ടെ. ഓക്കെ, ആദ്യത്തെ വാല്യൂ 200. അപ്പോൾ എൻ്റെ 250-ൽ നിന്നുള്ള മാറ്റം -50. അടുത്ത വാല്യൂ 300. എൻ്റെ 250-ൽ നിന്നുള്ള മാറ്റം +50. അടുത്ത വാല്യൂ 250, മാറ്റമില്ല, 0. അടുത്ത വാല്യൂ 250, 0. അടുത്ത വാല്യൂവും 250, 0. അടുത്ത വാല്യൂവും 250. എൻ്റെ 250-ആയിട്ട് മാറ്റമില്ല. അപ്പോൾ ആക്ച്വലി വന്ന ഡീവിയേഷൻ -50-ഉം +50-ഉമാണ്. -50-ഉം +50-ഉമായിട്ട് സോൾവ് ചെയ്താൽ അതും 0. കാര്യം ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും വന്നാൽ അത് 0 സുഹൃത്തെ. അല്ലെ -50-ഉം +50-ഉം കൂടെ കൂട്ടിയാലും 0. അപ്പോൾ ആക്ച്വലി നമ്മൾ അസ്യൂം ചെയ്ത ആവറേജിൽ നിന്നുള്ള ഡീവിയേഷൻ ഇവിടെ 0. സോ
നമ്മുടെ ആവറേജ് 250 ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആവറേജിനെ സമീപിക്കാം. ഒരു 2-3 ചോദ്യം കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ പൊളിയാവും. പല സംശയങ്ങളും പലരുടെ മനസ്സിലുണ്ടാവും, സെറ്റാവും. അടുത്ത ചോദ്യം 2018 ഗ്രൂപ്പ് ഡിക്ക് വന്ന ചോദ്യമാണ്. താഴെ നൽകിയിരിക്കുന്നത് ഒരു റിസോർട്ടിൽ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും നീന്തൽക്കുളം ഉപയോഗിച്ച ആളുകളുടെ കണക്കാണ്. സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിയ മലയാളമാണിത്. അപ്പോൾ എൻ്റെ മലയാളം കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്തെങ്കിലും മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം കേട്ടോ. അത് ചോദ്യം ഇതാണ്, ഇംഗ്ലീഷിൽ ഞാൻ മലയാളത്തിലൂടെ കൺവേർട്ട് ചെയ്ത. അത് കൃത്യമായി പരിശോധിച്ച് ഈ ആഴ്ചയിൽ എത്ര ആളുകൾ നീന്തൽക്കുളം ഉപയോഗിച്ചു എന്ന് കണക്കാക്കുക. അത് കൃത്യമായി പരിശോധിച്ച് ഈ ആഴ്ചയിൽ ശരാശരി എത്ര ആളുകൾ എന്നാണ് ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. ഈ ആഴ്ചയിൽ ശരാശരി എത്ര ആളുകൾ ഓരോ ദിവസവും നീന്തൽക്കുളം ഉപയോഗിച്ചു എന്ന് കണ്ടെത്തുക. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ എഴുതണം. ഞാൻ എഴുതിയ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകൂടെ പറയുന്നു. തിങ്കളാഴ്ച 8 പേര്, ചൊവ്വാഴ്ച 4 പേര്, ബുധനാഴ്ച 15, വ്യാഴാഴ്ച 15, വെള്ളിയാഴ്ച 20, ശനിയാഴ്ച 25, ഞായറാഴ്ച 25. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി ആഴ്ചയിൽ 7 ദിവസമാണ്. ഓരോ ദിവസവും ശരാശരി എത്ര ആളുകൾ വീതം ഉപയോഗിച്ചു. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ എഴുതണം. ഈ കണക്ക് പരിശോധിച്ച് ഓരോ ദിവസവും ശരാശരി എത്ര ആളുകൾ ഈ ആഴ്ച നീന്തൽക്കുളം ഉപയോഗിച്ചു എന്ന്, അതായത് ഓരോ ദിവസത്തിന്റെ ശരാശരി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ശരാശരി നമുക്ക് കാണണം. ഇത് വളരെ പ്രോപ്പറായി എങ്ങനെയാണ് കാണുന്നത്? ശരാശരി കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം സം ബൈ നമ്പർ. അപ്പൊ ഇവരുടെ സം എന്ന് പറയുന്നത് 8 4 12, 12 30, 15 15 30. 12 30 കൂട്ടുമ്പോഴത്തേന് 42, 42 20 62, 62 25 25 50, 112. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ മക്കളെ 112 വരും. 112നെ 7 കൊണ്ട് ഹരിക്കണം. കുഞ്ഞുങ്ങളെ 112നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പറയാം 16. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഇത് പ്രോപ്പറായി ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആഴ്ചയിലും അല്ലെ ഓരോ ദിവസവും ഈ ആഴ്ചയിൽ മുഴുവൻ ഓരോ ദിവസവും ശരാശരി എത്ര പേര് ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്തു 16 കിട്ടി. ഇനി നമ്മുടെ മറ്റേ രീതിയിൽ ഇതെങ്ങനെ ചെയ്യാം? ഇത് നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി 8 4 15 20 25 25. ഇതിൻ്റെ ഇടയിലൊരു വാല്യൂ ആണ് ശരാശരി എന്നങ്ങ് വെക്കുക. ഇടയിലൊരു വാല്യൂ 15. നമ്മളെടുത്ത് 15. ഇവരുടെ ശരാശരി 15 ആണ് എന്നങ്ങിരിക്കട്ടെ. ശരാശരി എന്താ? 15. ആദ്യം 8 എന്ന് പറയുമ്പോൾ ശരാശരിയിൽ നിന്ന് 7 കുറവ്, -7. കണ്ടോ? 15 ആണ്, അതിൽ നിന്ന് 7 കുറവ്. ഇനി അടുത്ത 4. അപ്പോൾ 15ൽ നിന്ന് 11 കുറവ്, -11. അടുത്ത 15 0. അടുത്ത 15 0. 20 എന്ന് പറയുമ്പോൾ 5 കൂടുതൽ +5. 25 എന്ന് പറയുമ്പോൾ 15 നിന്ന് 10 കൂടുതൽ +10. 25 എന്ന് പറയുമ്പോൾ 10 കൂടുതൽ സുഹൃത്തെ, 10 കൂടുതൽ 10 കൂടുതൽ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? എത്രത്തോളം ഡീവിയേഷൻ സംഭവിച്ചു? ആദ്യം പ്ലസ് മാത്രം നിങ്ങൾ നോക്ക്. 5ഉം 10ഉം 15, 15ഉം 10 കൂട്ടുമ്പോൾ 25. 25ൽ നിന്ന് 17 കുറയണം. കാര്യം 7ഉം 11ഉം കുറയും, 18 കുറയണം. അപ്പൊ നമുക്ക് മനസ്സിലായി 7ന്റെ ഡീവിയേഷൻ ഉണ്ട്. +7ന്റെ കാര്യം പ്ലസ്സാ. കാര്യം 5ഉം 10ഉം 15, 15ഉം 10ഉം 25. 25ൽ നിന്ന് 11 പോയാൽ 14, 14ൽ നിന്ന് 7 പോയാൽ 7. 7ന്റെ ഡീവിയേഷൻ ഉണ്ട്. ആ 7ന്റെ മാത്രം ശരാശരി എടുക്കുക. 7 ഡിവൈഡഡ് ബൈ മൊത്തം 7 പേരാ 7. അപ്പൊ എത്ര വന്നു? 1. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത ശരാശരിയിൽ നിന്ന് ഡീവിയേഷൻ വന്നത് 1 ആണ്. 15ഉം 1 കൂട്ടി നമ്മുടെ ഉത്തരം 16. മക്കളെ, ഞാൻ വീണ്ടും പറയുന്നു, ആദ്യമായി ഈ മെത്തേഡ് കേൾക്കുന്നവർക്ക് ഒരു സ്വല്പം ടൈറ്റാന്ന് തോന്നും. പക്ഷെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ മറ്റേ ദിലീപിന്റെ സിനിമയിൽ പറയുന്ന പോലെ ശീലമായിക്കോളും. പക്ഷെ കുറെ കൂടെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ അസ്യൂം ചെയ്തു ഇവരുടെ ശരാശരി അങ്ങ് 15. ഇതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ. അപ്പോൾ ആദ്യം 8 നമ്മുടെ ശരാശരിയിൽ നിന്ന് 7ന്റെ കുറവുണ്ട്. പിന്നെ 4 നമ്മുടെ ശരാശരിയിൽ നിന്ന് ഈ പറയുന്ന പോലെ 11ന്റെ കുറവുണ്ട്, -11. 15 നമ്മുടെ ശരാശരിയിൽ നിന്ന് കുറവില്ല, 15 കുറവില്ല. 5 കൂടുതലാ. 25 എന്ന് പറയുമ്പോൾ 10 കൂടുതലാ. 25 എന്ന് പറയുമ്പോൾ 10 കൂടുതലാ. എല്ലായിടത്തും 0 ആയിരുന്നെങ്കിൽ ശരാശരിയിൽ മാറ്റം ഉണ്ടാവുകയില്ലായിരുന്നു. ഇവിടെ അങ്ങനെയാ.
അപ്പം മൊത്തത്തിൽ നമ്മുടെ ശരാശരിയിൽ നിന്ന് എത്ര ഡീവിയേഷൻ തുകയിൽ വന്നു? 15ഉം 10ഉം 5ഉം 10ഉം 10 കൂട്ടുമ്പോൾ 25. 25ൽ നിന്ന് 11 പോയാൽ 14. 14ൽ നിന്ന് ഒരു 7 പോയാൽ 7. 7ന്റെ ഡീവിയേഷൻ വന്നു. 7ന്റെ ഡീവിയേഷൻ വന്നു. 7ന്റെ ഡീവിയേഷൻ. അപ്പോൾ ആ 7 പോയി കൂട്ടി വെക്കരുത്. 7ന്റെ ഡീവിയേഷൻ ഉണ്ട്. ശരാശരി എന്ന് പറഞ്ഞാൽ മൊത്തം എത്രയാണോ അതെല്ലാവർക്കും പകുക്കാന്ന. അപ്പൊ 7ന്റെ ഡീവിയേഷൻ ഉണ്ട് അവിടെ. ആ 7ന്റെ ശരാശരി എടുക്കുക. 7 പേരാ ഉള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പൊ 7/7 നമുക്ക് എത്ര കിട്ടി? 1. അപ്പോൾ ശരാശരിയിൽ വന്ന വ്യത്യാസം 1 +1 ആയതുകൊണ്ട് 15ഉം 1 കൂട്ടി നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 16 സെറ്റാണ്. ഇനി ചിലരെങ്കിലും ചിന്തിക്കും, -7ന്റെ ഡീവിയേഷൻ ആയിരുന്നെങ്കിലോ? -7ന്റെ ശരാശരി എടുക്കുക. -7/7 -1 വന്നു. -1 കുറയ്ക്കുക. 15ൽ നിന്ന് കുറച്ച് 14 ആവും. അങ്ങനെ വന്നായിരുന്നെങ്കിൽ ഓക്കെ ആണോ? ഒന്നുകിൽ ഡയറക്റ്റായി ശരാശരി എടുക്കുക, അല്ല ഈ പറഞ്ഞ പരിപാടിയിലേക്ക് പോവുക. അടുത്തൊരു ചോദ്യം ഞാൻ കൈ നിട്ടതാണ്. ഇവരുടെ ശരാശരി കാണണം, അല്ലെ മീൻ കാണണം. 85, 60, 45, 40, 62, 68 എന്നീ സംഖ്യകൾ, 6 സംഖ്യകളുടെ ശരാശരി കാണണം. ഇത് വളരെ പ്രോപ്പറായി എങ്ങനെയാണ് ചെയ്യുന്നത്? ശരാശരി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ശരാശരി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പോൾ ഇവരുടെ തുക എടുക്കണം. ഇവരുടെ തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാം കൂടെ കൂട്ടി നോക്കൂ. ഇവരുടെ തുക നമുക്ക് കിട്ടാൻ പോകുന്നത് 360 ആയിരിക്കും. എല്ലാം കൂടെ കൂട്ടാൻ അത്യാവശ്യം സമയം എടുക്കും, കുഴപ്പമില്ല. അവരുടെ എണ്ണം എന്ന് പറയുന്നത് 6. കാര്യം 1, 2, 3, 4, 5, 6 പേര്. 360നെ 6 കൊണ്ട് ഭാഗിച്ച് നമ്മുടെ ഉത്തരം 60. അപ്പൊ ഇവരുടെ ശരാശരി നമുക്ക് കിട്ടുന്നത് 60. ഇനി നമ്മുടേതായ മെത്തേഡിൽ ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. 85 ഉണ്ട്, 60 ഉണ്ട്, 45 ഉണ്ട്, 40 ഉണ്ട്, 62 ഉണ്ട്, 68 ഉണ്ട്. അപ്പൊ ഇവരുടെ ശരാശരി ഇതിൻ്റെ ഇടയിലുള്ള ഒരു 50 എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. നിങ്ങൾക്ക് 40 എടുക്കാം, വേണേ 60 എടുക്കാം. 60 എടുത്തവർ ഭാഗ്യവാന്മാർ എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇവരുടെ ഡീവിയേഷൻ 0 വരും. ഓക്കെ, പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനല്ലേ തോന്നുന്നു. 85, 60, 45, 40, 62, 68 ഇവരുടെ ശരാശരി 50. നടുക്കത്തെ ഒരാളെ എടുത്ത് 50. ഏത് വേണേലും എടുക്കാം കേട്ടോ, 50. 85 എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത ശരാശരിയേക്കാളും 35 കൂടുതലാണ്. 60 എന്ന് പറയുമ്പോൾ നമ്മുടെ 50നേക്കാളും 10 കൂടുതലാണ്. 45 എന്ന് പറയുമ്പോൾ നമ്മുടെ 50നേക്കാളും 5 കുറവാ. 40 എന്ന് പറയുമ്പോൾ നമ്മുടെ 50നേക്കാളും 10 കുറവാ. എങ്ങനെയുണ്ട്? ഇനി 62 എന്ന് പറയുമ്പോൾ നമ്മളുടെ 50നേക്കാളും 12 കൂടുതലാ. 68 എന്ന് പറയുമ്പോൾ നമ്മളുടെ 50നേക്കാളും 18 കൂടുതലാ. കണ്ടോ? ഇനി ഈ 50ൽ നിന്നുള്ള ഡീവിയേഷൻ നിങ്ങളൊന്ന് നോക്കൂ. 50ൽ നിന്നുള്ള ഡീവിയേഷൻ 0 ആയിരുന്നെങ്കിൽ 50 തന്നെ ആയിരിക്കും നമ്മുടെ ശരാശരിയായി വരിക. 50ൽ നിന്നുള്ള ഡീവിയേഷൻ എത്ര? 35ഉം 10ഉം 45. 45ൽ നിന്ന് 5 കുറഞ്ഞാൽ 40. 40ൽ നിന്ന് 10 കുറഞ്ഞാൽ 30. 30ഉം 12ഉം 42. 42ഉം 18 കൂടെ കൂട്ടി 60. 50ൽ നിന്നുള്ള ഡീവിയേഷൻ 60. ഈ 60ന്റെ മാത്രം ശരാശരി എടുക്കുക. 60നെ 6 കൊണ്ട് ഹരിക്കുക. കാര്യം 6 പേരാ. 60നെ എണ്ണം 6 പേര് 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 10 കിട്ടി. അപ്പൊ ശരാശരിയിൽ നിന്ന് മൊത്തമുണ്ടായ വ്യത്യാസം 10. 50ഉം 10 കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 60. സെറ്റാണ്. മുമ്പോട്ട് പോകാം. കണ്ടോ? ഇതൊന്ന് ചെയ്ത് ശീലിച്ച പട്ടേന്ന് ഉത്തരം വീഴും. ഒന്നുകൂടെ പറയുന്നു, ഇവരുടെ ശരാശരി ഇതിൻ്റെ നടുക്കുള്ള 50 എന്നങ്ങ് ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. നിനക്ക് ഇഷ്ടമുള്ള അസ്യൂം ചെയ്യാം. 85 എൻ്റെ 50ൽ നിന്ന് 35 കൂടി. 60 എൻ്റെ 50ൽ നിന്ന് +10. 45 എൻ്റെ 50ൽ നിന്ന് -5. 40 എൻ്റെ 50ൽ നിന്ന് -10. 62 എൻ്റെ 50ൽ നിന്ന് +12. 68 എൻ്റെ 50ൽ നിന്ന് +18. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എഫക്റ്റീവ് 60ന്റെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ എല്ലാ എഫക്റ്റീവ് 0 ആയിരുന്നെങ്കിൽ 50 തന്നെ ശരാശരി വന്നേനെ. 60ന്റെ വ്യത്യാസമുണ്ട്. ആ 60ന്റെ മാത്രം ശരാശരി എടുക്കുക. 60നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ 10. അപ്പോൾ ശരാശരിയിലുണ്ടായ മാറ്റം എൻ്റെ അസ്യൂം ശരാശരിയായ 50ൽ നിന്നും ഒരു 10 കൂടെ പൊടിക്ക് കൂടുതൽ. 50ഉം 10ഉം 60 സെറ്റാണ്. മുമ്പോട്ട് പോകും.
അടുത്തലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമുക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ട്രിക്ടേൺ RRB എന്ന് തന്നെയാണ്. TRIG സ്പേസ് ഇട്ട് TURN വീണ്ടും സ്പേസ് ഇട്ട് RRB. ഈ ടെലിഗ്രാം ചാനലിലൂടെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോളുകളായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ വന്നു തുടങ്ങും. നിങ്ങൾ ആ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യണം. ഇങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല, നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 2022 വന്നതാണ്. ചോദ്യം ഇങ്ങനെ: ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 3 groups G1, G2, G3 ഓഫ് എ കോളേജ് ഈസ് 20, 40, 60 റെസ്പെക്റ്റീവ്ലി. അതായത് 3 ഗ്രൂപ്പുകളുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പ് 1 G1, പിന്നെ ഗ്രൂപ്പ് 2 G2, പിന്നെ ഗ്രൂപ്പ് 3 G3. അവരിൽ ഗ്രൂപ്പ് 1-ൽ 20 പിള്ളേരുണ്ട്, ഗ്രൂപ്പ് 2-ൽ 40 പിള്ളേരുണ്ട്, ഗ്രൂപ്പ് 3-ൽ 60 പിള്ളേരുണ്ട്. ഓരോ ഗ്രൂപ്പിലുമുള്ള എണ്ണമാണ് നമ്മളോട് പറയുന്നത്. ഗ്രൂപ്പ് 1-ൽ 20, ഗ്രൂപ്പ് 2-ൽ 40, ഗ്രൂപ്പ് 3-ൽ 60. ഇനി ദ ആവറേജ് മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ ദ ഗ്രൂപ്പ് ആർ G1, G2, G3 ആർ 50%, 60%, 70%. ഗ്രൂപ്പ് 1-ൽ കിട്ടിയ ശരാശരി മാർക്ക് 50%. ഗ്രൂപ്പ് 2-ൽ കിട്ടിയ ശരാശരി മാർക്ക് 60%. ഗ്രൂപ്പ് 3-ൽ കിട്ടിയ ശരാശരി മാർക്ക് 70%. വാട്ട് ഈസ് ദ ആവറേജ് മാർക്ക് ഓഫ് ഓൾ കോളേജ് സ്റ്റുഡൻസ്? അങ്ങനെയാണ് ആ കോളേജിന്റെ മുഴുവൻ ശരാശരി മാർക്ക് എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും, ഇവിടെ എണ്ണവും ഉണ്ട് ശരാശരിയുണ്ട്. ആലോചിച്ച് നോക്ക്. ഗ്രൂപ്പ് 1-ൽ 20 പേര്, അവരുടെ ശരാശരി 50. ഗ്രൂപ്പ് 2-ൽ 40 പേര്, അവരുടെ ശരാശരി 60. ഗ്രൂപ്പ് 3-ൽ 60 പേര്, അവരുടെ ശരാശരി 70. അങ്ങനെയാണ് ആ ക്ലാസിൻ്റെ മൊത്തത്തിലുള്ള ശരാശരി കാണണം. ആ ക്ലാസിൻ്റെ മൊത്തത്തിലുള്ള ശരാശരി കാണാൻ, കോളേജിൻ്റെ മൊത്തത്തിലുള്ള ശരാശരി കാണാൻ ആ കോളേജിൻ്റെ മൊത്തത്തിലുള്ള തുകയെ ആ കോളേജിൻ്റെ മൊത്തത്തിലുള്ള എണ്ണം കൊണ്ട് ഹരിക്കണം. ഓക്കെ, ഇനി എണ്ണവുമുണ്ട് ശരാശരിയുണ്ട്. ആദ്യ ഗ്രൂപ്പിൽ 20 പേര്, ശരാശരി 50. അപ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് 20ഉം 50 ഗുണിച്ച് 2 5 10 1000 വരും. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുടെയെങ്കിലും ഡൗട്ട്, ഇത് പെർസെൻറ്റേജ് അല്ലേ? സോ വാട്ട്, എന്നെന്താ, എല്ലാം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് വേണേൽ അസ്യൂം ചെയ്യാം ഇവൻ്റെ മാർക്ക് 50 എന്നും ഇവൻ്റെ മാർക്ക് 60 എന്നും ഈ ഗ്രൂപ്പിൻ്റെ മാർക്ക് 70 എന്നും അസ്യൂം ചെയ്യാം. നമുക്ക് കിട്ടുന്നതും പെർസെൻറ്റേജ് വരും. കാര്യം ഒരിടത്തും മാർക്കായിട്ടില്ല, എല്ലാം പെർസെൻറ്റേജ്. അപ്പോൾ 20 പേരുടെ മാർക്ക് ശരാശരി 50, നമുക്ക് 20 ഗുണം 50 തുക 1000. ഇനി 40 പേരുടെ ശരാശരി 60, എല്ലാം പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമ്മൾ 60 തന്നെ വായിച്ചു. 40 ഗുണം 60 2400 അവരുടെ തുക. 60 പേരുടെ ശരാശരി 70, അപ്പോൾ അവരുടെ തുക എന്ന് പറയുമ്പോൾ 60ഉം 70 ഗുണിച്ച് 4200. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. 20 പേരുടെ ശരാശരി 50, അപ്പോൾ അവരുടെ തുക 20 ഗുണം 50 1000. 40 പേരുടെ ശരാശരി 60, അപ്പോൾ അവരുടെ തുക 40 × 60 2400. 60 പേരുടെ ശരാശരി 70, അപ്പോൾ അവരുടെ തുക 60 × 70 4200. അപ്പോൾ അവരുടെ ആകെത്തുക എന്ന് പറയുന്നത് 1000 2400 4600 കൂട്ടണം. 4200 കൂട്ടണം. 4200 2400 6600 7700 വരും. ആലോചിച്ച് നോക്ക്. 7600 വരും. ആലോചിച്ച് നോക്കൂ. 7600 അല്ലേ? 4000 2000 6000 7000 ആവും. 7000 പിന്നെ 7600. ഇനി അവരുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം 20ഉം 40ഉം 60ഉം 120 അപ്പോൾ അവരുടെ ആകെ എണ്ണം 120. അവരുടെ ആകെത്തുക 7600. ഇവിടുത്തെ ഓവറോൾ ശരാശരി കാണാൻ ആകെത്തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കണം. ആകെത്തുകയായ 7600-നെ ആകെ എണ്ണമായ 120 കൊണ്ട് ഹരിക്കുന്നു സുഹൃത്തുക്കളെ. ഇത് പോയി ഇനി വെട്ടാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി 760-നെ നമുക്ക് 12 കൊണ്ട് ഹരിച്ചു നോക്കാം. കറക്റ്റായിട്ട് പോകത്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. കാര്യം എന്ന് വെച്ചാൽ 720 ആകുമ്പോൾ തന്നെ പോയി, പിന്നെ പോയിന്റ് വരും. നമുക്ക് നോക്കാം.
760 മക്കളെ 12 കൊണ്ട് ഹരിക്കണം. വെട്ടി വേണേലും ചെയ്യാം. ഞാൻ എടുക്കുന്നു 12 6 72 വന്നു. ബാക്കി 4 0. 12 3 36 വന്നു. ബാക്കി 4 വന്നു. പോയിന്റ് ഇട്ടു. 40 12 3 36 63.33 സംതിങ് വരും. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് 63.3% വരും. 63.3% ഇവിടെ ഒരിടത്തുമില്ല. സോ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് എടുക്കാം. ഓപ്ഷൻ ഡി 63%. ഓക്കെ ആണ്. കാര്യം ഇതിനകത്തിൽ അടുത്ത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു. 20 പേരുടെ ശരാശരി 50, അപ്പം മുഴുവൻ തുക 1000. 40 പേരുടെ ശരാശരി 60, മുഴുവൻ തുക ഗുണിച്ച് 2400. 60 പേരുടെ ശരാശരി 70, അപ്പം മുഴുവൻ തുക 4200. അപ്പോൾ ഈ ക്ലാസിന്റെ മുഴുവൻ ശരാശരി കാണാൻ മുഴുവൻ തുകയായ 7600 മുഴുവൻ എണ്ണമായ 120 കൊണ്ട് ഭാഗിക്കുന്നു. നമ്മുടെ ഉത്തരം 63.3 വരും. അത് റൗണ്ട് ചെയ്ത് 63%. കാര്യം നമ്മളെല്ലാം എടുത്തതും പെർസെൻറ്റേജ്. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരവും അത് സോൾവ് ചെയ്താൽ പെർസെൻറ്റേജ് തന്നെയായിരിക്കും. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. ഇഫ് ദ ആവറേജ് ഓഫ് m number is n square and the average of n number is m square, then find the average of m plus n numbers. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ചോദ്യം ഇങ്ങനെയാ പറയുന്നത്. m സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. n സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ m സ്ക്വയർ ആണ്. അങ്ങനെയാണ് m പ്ലസ് എന്നിന്റെ ആവറേജ് എത്ര എന്നതാണ് ചോദ്യം. ഇത് വേണമെങ്കിൽ കുറെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ശീലമാവും, പെട്ടെന്ന് കിട്ടും. എന്നാൽ ഇതെങ്ങനെ പ്രോപ്പർ ചെയ്യാം? മക്കളെ, m സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. n സ്ക്വയർ. അപ്പൊ ഇത് എണ്ണമാണ്, ഇത് എണ്ണമാണ്, ഇത് ശരാശരിയാണ് കേട്ടോ. m സംഖ്യകളുടെ ശരാശരി n സ്ക്വയർ. ഇനി n സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് m സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇവന്മാരുടെ മൊത്തത്തിലുള്ള എമ്മിൻ്റെയും എന്നിൻ്റെയും ശരാശരി കാണണം. നമ്മൾ ഇപ്പം പഠിച്ചേ ഉള്ളൂ. മൊത്തത്തിലുള്ള ശരാശരി കാണാൻ പറ. മൊത്തത്തിലുള്ള ശരാശരി കാണാൻ മൊത്തം തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. മൊത്തം തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. മൊത്തം തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ m സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് m സ്ക്വയർ. അപ്പോൾ അവരുടെ തുക എത്രയാന്ന് ചോദിച്ചാൽ mn സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാ? കാര്യം എന്താന്ന് ചോദിച്ചാൽ, കാര്യം ഇത് എണ്ണം, ഇത് ശരാശരി. അപ്പൊ തുക എന്ന് പറഞ്ഞാൽ എമ്മും n സ്ക്വയറൂടെ ഗുണിച്ച് mn സ്ക്വയർ. ഇനി n സംഖ്യകളുടെ ശരാശരി m സ്ക്വയർ. അപ്പൊ അവരുടെ തുക എന്ന് പറയുമ്പോൾ എണ്ണവും ശരാശരിയോടെ ഗുണിച്ച് nm സ്ക്വയർ. nm സ്ക്വയർ. അപ്പോ മൊത്തത്തിലുള്ള ശരാശരി കാണാൻ മൊത്തം തുകയെ മൊത്തം എണ്ണം കൊണ്ട് ഹരിക്കുക. മൊത്തം തുക എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, mn സ്ക്വയറും nm സ്ക്വയറൂടെ കൂട്ടുക. mn സ്ക്വയറും nm സ്ക്വയറൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ മൊത്തം എണ്ണം എന്ന് പറയുന്നത് മക്കളെ m പ്ലസ് n ആണ്. m പ്ലസ് n. കാര്യം എണ്ണ എമ്മും എന്നും. കണ്ടിട്ട് മൊത്തത്തിൽ പുകയായി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. ഇതിനകത്ത് നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഇതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ നല്ലവണ്ണം ഒന്ന് നോക്കൂ. ഇതിൻ്റെ അകത്തു നിന്ന് നമുക്കൊരു mn കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിലെടുക്കാം. mn കണ്ടോ? ഇതിൻ്റെ അകത്തുനിന്നും ഒരു mn ഉണ്ട്, ഇതിൻ്റെ അകത്തുനിന്നും ഒരു mn ഉണ്ട്. നമുക്കൊന്ന് കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിലെടുക്കാം. എടുത്തേ. അപ്പോൾ mn കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വെളിയിലെടുത്താൽ ഇതിൻ്റെ അകത്തുനിന്ന് എമ്മും എന്നും പോയി. അതായത് ഒരു എമ്മും ഒരു എന്നും പോയി, ബാക്കി ഒരു എന്നേ ഉള്ളൂ. കാര്യം m ഓൾറെഡി പോയി. n സ്ക്വയർ എന്ന് പറയുമ്പോൾ n 2 പ്രാവശ്യമുണ്ട്. അതിലൊരു n നമ്മൾ കോൺസ്റ്റന്റ് എടുത്തു, ബാക്കി ഒരു n പ്ലസ് ഇതിൻ്റെ അകത്തുനിന്ന് n ഓൾറെഡി നമ്മൾ വെളിയിലെടുത്തു. m സ്ക്വയർ m 2 പ്രാവശ്യമുണ്ട്. അപ്പൊ അതിലൊരു m മാത്രം അകത്ത്. കണ്ടോ? ഡിവൈഡഡ് ബൈ m പ്ലസ് n.
ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രണ്ടും സെയിം അല്ലേ? n+m ആയാലും m+n ആയാലും സെയിം അല്ലേ? ആലോചിച്ച് നോക്ക്. കാര്യം 5+2 എന്ന് എഴുതിയാലും 7ആണ്, 2+5 എന്ന് എഴുതിയാലും 7. അപ്പൊ ഈ n+m ഇവിടെ ഒരു ടേമായിട്ട് കിടപ്പുണ്ട്, m+n. അപ്പൊ ഇത് രണ്ട് സെയിം വേണമെങ്കിൽ തിരിച്ചെഴുതിക്കുക, n+m എന്ന് എഴുതിക്കോ. രണ്ട് സെയിം ആയതുകൊണ്ട് അത് വിട്ടു. സോ ശരാശരി നമുക്ക് കിട്ടുന്നത് mn ആണ്, സെറ്റാണ്. ദേ എന്ത് mn ഓപ്ഷൻ ഡി കണ്ടു. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാലും ഞാനിത് ചെയ്യുന്ന കാര്യം വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ട്വിസ്റ്റായിട്ട് വന്നാലും ഇത് ചെയ്യുന്ന പ്രോപ്പർ രീതി ഞാനൊന്ന് കാണിക്കാം. m സംഖ്യകളുടെ ശരാശരി നമ്മളോട് പറയുന്നു n². അപ്പം മക്കളെ എണ്ണം ഇവിടെ, ശരാശരി അവിടെ. n സംഖ്യകളുടെ ശരാശരി നമ്മളോട് പറയുന്നു m². കണ്ടോ? n സംഖ്യകളുടെ നമുക്കിവരുടെ ഓവറോൾ ശരാശരി കാണണം. ഓവറോൾ ശരാശരി കാണണമെങ്കിൽ ഓവറോൾ തുക എടുക്കണം. കാര്യം ഓവറോൾ ശരാശരി എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെയും എന്നിൻ്റെയും ശരാശരി, അതായത് m+n ശരാശരി കാണണം. ഓവറോൾ തുക കാണാൻ m × n, കാര്യം m സംഖ്യകളുടെ ശരാശരി n². അപ്പൊ അവരുടെ തുക എന്ന് പറഞ്ഞാൽ mn². തുക കാണാൻ എണ്ണം ഗുണം ശരാശരി. ഇനി n സംഖ്യകളുടെ ശരാശരി m². അപ്പൊ അവരുടെ തുക എന്ന് പറഞ്ഞാൽ n-ഉം n² ഗുണിച്ച് nm². അപ്പോ m+n ശരാശരി കാണാൻ അവരുടെ മുഴുവൻ തുക എന്ന് പറഞ്ഞാൽ mn²ഉം nm² കൂട്ടുന്നതാണ് അവരുടെ മുഴുവൻ തുക. അവരുടെ എണ്ണം എന്ന് പറയുന്നത് m-ഉം n-ഉം കൂടെ കൂട്ടുക. ഇതല്ലേ കാര്യം? തുക ഇതാണ്, എണ്ണം m-ഉം n-ഉം ആണ്. ഓക്കെ, ഇനി നമുക്കിത് കാണുമ്പോഴേ മനസ്സിലാവും. ഇതിൻ്റെ അകത്തുനിന്നും ഒരു mn കോമൺ എടുക്കാം, ഇതിൻ്റെ അകത്തുനിന്നും ഒരു mn കോമൺ എടുക്കാം. n-ഉം m-ഉം മാറിയും തിരിഞ്ഞും വന്നാൽ mn കോമൺ എടുക്കാം. മക്കളെ mn ഇതിൻ്റെ അകത്തുനിന്ന് കോമൺ എടുത്താൽ, mn കോമൺ എടുത്താൽ ബാക്കി n² ഇവിടെ n 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ ഒരു n അകത്ത് വരും. പ്ലസ് ഇട്ടു. mn ഇവിടെ നമ്മൾ കോമൺ എടുത്താൽ ഇവിടെ m² ആവുള്ള mn കോമൺ എടുത്തു. ഒരു m ഒരു n കോമൺ എടുത്തു. ബാക്കി m²ലെ ഒരു m. കാര്യം m² എന്ന് പറയുമ്പോൾ m 2 പ്രാവശ്യമുണ്ട്. mn കോമൺ എടുത്തു കഴിഞ്ഞാൽ m-ഉം n-ഉം എടുത്തു വെളിയിൽ, പിന്നെയും m² ആയതുകൊണ്ട് m 2 പ്രാവശ്യം ഉണ്ട്, ഒരു m അകത്ത് കിടക്കും. ഡിവൈഡഡ് ബൈ m+n. മക്കളെ m+n-ഉം n+m-ഉം ഒന്ന് തന്നെയാ. തിരിച്ചു മറിച്ച് എഴുതിയാൽ ഇത് വെട്ടി നമ്മുടെ ഉത്തരം mn ആണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇനി ഞാൻ വളരെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊരു ഷോർട്ട് കട്ട് കൂടെ പറയാം, ശ്രദ്ധിക്കുക. നിങ്ങളോട് പറയാണ് a സംഖ്യകളുടെ ശരാശരി b² ആണ്, b സംഖ്യകളുടെ ശരാശരി a² ആണ്. എന്നിട്ട് a+b ശരാശരി ചോദിച്ചാൽ നീ കണ്ണും പൂട്ടി ab എന്നങ്ങ് എഴുതിക്കോണം. ഈ രണ്ട് സംഖ്യകളുടെ a+b ശരാശരി ചോദിച്ചാൽ നീ കണ്ണും പൂട്ടി അങ്ങ് ab എന്ന് എഴുതിക്കോണം. കാര്യം ഇവിടെ അങ്ങനെയല്ലേ വന്നേ? m സംഖ്യകളുടെ ശരാശരി n², ഈ സംഖ്യയുടെ n² ആയി, ഈ സംഖ്യയുടെ m² ആയി. n സംഖ്യകളുടെ ശരാശരി m². എന്നിട്ട് നിന്നോട് ചോദിച്ച് ഇവരുടെ രണ്ടുപേരുടെ m-ന്റെയും n-ന്റെയും ശരാശരി m+n ശരാശരി ചോദിച്ചാൽ m-ഉം n-ൂടെ ഗുണിച്ചോളൂ, mn, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ ഇവിടെ ഒന്നുകൂടെ പറയൂ, a സംഖ്യകളുടെ ശരാശരി b², b സംഖ്യകളുടെ ശരാശരി a². എന്നിട്ട് നിന്നോട് ചോദിക്കുക ഇവരുടെ രണ്ടുപേരുടെയും, അതായത് എയുടെയും ബിയുടെയും ശരാശരി, a+b ശരാശരി ചോദിച്ചാൽ എയുടെയും ബിയുടെ ഒരുമിച്ചുള്ള ശരാശരി ചോദിച്ചാൽ നീ അങ്ങ് ഗുണിക്ക് സുഹൃത്തെ. ab മുമ്പോട്ട് ABCD എന്നീ 4 സംഖ്യകളുടെ ശരാശരി 39. എയുടെയും ബിയുടെയും മാത്രം ശരാശരി 29.5 ആയാൽ സിയുടെയും ഡിയുടെയും മാത്രം ശരാശരി എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 4 സംഖ്യകളുണ്ട്, ആ 4 സംഖ്യകളുടെ ശരാശരി 39. അതിൽ എയുടെയും ബിയുടെ ആദ്യത്തെ രണ്ടവന്മാരുടെ ശരാശരി 29.5, സിയുടെയും ഡിയുടെ ലാസ്റ്റ് രണ്ടവന്മാരുടെ ശരാശരി എത്ര? RRB NTPCക്ക് വന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു?
4 സംഖ്യകളെ എഴുതുന്നു. എ ബി സി ഡി. ഇതാണ് ആ 4 സംഖ്യ. ഈ 4 സംഖ്യകളുടെ ശരാശരി 39. അപ്പോഴേ നമ്മൾ മനസ്സിലായിക്കോണം ഈ 4 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 4 ഗുണം 39. 4 ഗുണം 39 എന്ന് പറയുമ്പോൾ 39 2 എന്ന് പറയുന്നത് 78 ആണ്. 78 ഗുണം 2 156. മക്കളെ, ഈ 4 സംഖ്യകളെ കൂട്ടുമ്പോൾ 156 വരും. ആലോചിച്ച് നോക്ക്. അതെങ്ങനാന്ന് ചോദിച്ചാൽ ഈ 4 സംഖ്യകളുടെ ശരാശരി 39 അല്ലേ? അപ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് എണ്ണം ഗുണം ശരാശരി. എണ്ണം 4, ശരാശരി 39. അപ്പം 4 സംഖ്യകളുടെ കൂട്ടുന്ന തുക 4 39 156. അല്ലേ തന്നെ ഇങ്ങനെ സിമ്പിളി ലോജിക്ക് ആലോചിക്കുക. ശരാശരി എന്ന് പറഞ്ഞാൽ മൊത്തം തുല്യമായി പകുക്കുക. 4 പേർക്കും തുല്യമായി പകുത്തപ്പോൾ 39 കിട്ടി. അപ്പോൾ 39 അങ്ങനെ മൊത്തം 156. ഈ 4 പേരെ കൂട്ടുമ്പോൾ 156 ആണ്. ഇനി നമ്മളോട് പറയുന്നു എയുടെയും ബിയുടെയും മാത്രം ശരാശരി 29.5. മക്കളെ, എയുടെയും ബിയുടെയും മാത്രം ശരാശരി 29.5 ആണെങ്കിൽ എയുടെയും ബിയുടെയും മാത്രം തുക എന്ന് പറയുന്നത് 29.5 ഗുണം 2. നമുക്ക് പറയാം 59. എത്രയാ? 59. നിങ്ങൾ ആലോചിക്കും അതെങ്ങനെ വന്നു? എടാ, ഈ 2 പേരുടെ ശരാശരി 29.5. അപ്പൊ ഈ 2 പേരുടെ തുക എന്ന് പറയുമ്പോൾ എണ്ണം ഗുണം ശരാശരി. എണ്ണം 2, ശരാശരി 29.5 ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 59 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് സിയുടെയും ഡിയുടെയും ശരാശരി. ഈ 2 ശരാശരി. ഈ 2 ശരാശരി കാണാൻ ഈ 2 തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഈ 2 തുക എത്ര? മൊത്തം തുക 156. അതിൽ ഇവന്മാർ 2 പേര് വരുമ്പോൾ തന്നെ 59 156 നിന്ന് 59 കുറച്ചാൽ ബാക്കി 2 തുക എന്ന് പറയുന്നത് 97 അല്ലേ? ആലോചിച്ചു നോക്ക്. അതെങ്ങനെ വന്നു? ആലോചിച്ചു നോക്ക് എങ്ങനെ വന്നു. മൊത്തം തുക 156. ഈ 2 തുക 59. അപ്പം മറ്റേ 2 തുക 156 നിന്ന് 59 പോയിട്ട് 97. അല്ലെ, മൊത്തം 4 പേരുടെ കയ്യിൽ 156 മിഠായി. അതിൽ ഈ 2 കയ്യിൽ 59 എണ്ണം. ബാക്കി 2 കയ്യിൽ 156 59 പോയിട്ട് 97. അപ്പോൾ ഈ 2 തുക 97 ആണ്. ഇവ 2 ആരൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ മൊത്തം 2 പേരുടെ തുക 97. ഈ 2 എണ്ണം 2. അപ്പൊ ഇവരുടെ ശരാശരി കാണാൻ ഇവരുടെ തുകയായ 97നെ ഇവരുടെ എണ്ണമായ 2 കൊണ്ട് ഭാഗിക്കണം. 97നെ നിങ്ങൾ 2 കൊണ്ട് ഭാഗിച്ചു നോക്കൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 48.5 ആയിരിക്കും. 48.5. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ പറയുന്നു വളരെ പെട്ടെന്ന്. എ ബി സി ഡി 4 പേര്. ഇവരുടെ ശരാശരി 39. അപ്പോൾ അവരുടെ തുക എത്രയെന്ന് ചോദിച്ചാൽ 4 ഗുണം 39 നമുക്ക് പറയാൻ കഴിയും 178 156. എണ്ണം 4, ശരാശരി 39. എണ്ണം ഗുണം ശരാശരി. എയുടെയും ബിയുടെയും ശരാശരി 29. അപ്പൊ എയുടെയും ബിയുടെയും മാത്രം തുക എത്രയെന്ന് ചോദിച്ചാൽ 2 പേരുടെ ശരാശരി 29.5. അപ്പോൾ അവരുടെ തുക 2 ഗുണം 29.5 നമുക്ക് പറയാം 59. മൊത്തം തുക 156. എയുടെയും ബിയുടെയും തുക 59 ആണെങ്കിൽ സിയുടെയും ഡിയുടെയും തുക 156 നിന്ന് 59 പോയിട്ട് 97. അപ്പൊ സിയുടെയും ഡിയുടെയും ശരാശരി കാണാൻ ഇവരുടെ തുകയായ 97നെ ഇവരുടെ എണ്ണമായ 2 കൊണ്ട് ഭാഗിച്ചു നോക്കൂ. നമ്മുടെ ഉത്തരം 48.5 ആണ്. അടുത്ത ചോദ്യം 2018 ചോദ്യം ഇതാണ്. ദ ആവറേജ് മാർക്ക് obtained by a student in 5 subject is 75. ഒരു കുട്ടിക്ക് 5 പരീക്ഷകൾക്ക് കിട്ടിയ ശരാശരി മാർക്ക് 75 ആണ്. The average of his first 2 subject is 65. ആദ്യത്തെ 2 സബ്ജക്റ്റിന് 65 മാർക്ക് കിട്ടി. ശരാശരി 65 കിട്ടി. The average of his last 2 subject is 85.
അവസാനത്തെ 2 സബ്ജക്റ്റിന്റെ ശരാശരി 85. ഹൗ മെനി മാർക്ക് ഹി ഗോട്ട് ഇൻ ദ തേർഡ് സബ്ജക്ട്? അങ്ങനെയാണ് മൂന്നാമത്തേതിന് എത്ര? ഒന്നുകൂടെ പറയുന്നു, 5 വിഷയങ്ങളുണ്ട്. ആ 5 വിഷയങ്ങളുടെ ശരാശരി മാർക്ക് 75. അതിൽ ആദ്യത്തെ 2 വിഷയങ്ങളുടെ ശരാശരി മാർക്ക് 65. അവസാനത്തെ 2 വിഷയങ്ങളുടെ ശരാശരി മാർക്ക് 85. എങ്കിൽ മൂന്നാമത്തെ വിഷയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 5 വിഷയങ്ങളെ നമ്മൾ എ, ബി, സി, ഡി, ഇ എന്നങ്ങ് മാർക്ക് ചെയ്തു. ഇതാണ് ആ 5 വിഷയങ്ങൾ, എ, ബി, സി, ഡി, ഇ. നിങ്ങൾ അങ്ങനെ മാർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പിന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ 5 വിഷയങ്ങളുടെ ശരാശരി 75. അപ്പോൾ ഈ 5 വിഷയങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 5 ഗുണം 75. 5 ഗുണം 75 എന്ന് പറഞ്ഞാൽ 375. അതെങ്ങനെ? തുക കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, എണ്ണം ഗുണം ശരാശരി. എണ്ണം ഗുണം ശരാശരി, എണ്ണം 5, ശരാശരി 75. അപ്പൊ തുക എന്ന് പറയുന്നത് 5 ഗുണം 75 375. ഇനി ആദ്യ 2 സബ്ജക്റ്റിന്റെ ശരാശരി 65. ആദ്യ 2 സബ്ജക്റ്റ് ഇവന്മാരാ. ഇവരുടെ ശരാശരി 65. അപ്പോൾ അവരുടെ തുക 2 ഗുണം 65 130. എന്തുകൊണ്ടാ? 2 പേരുടെ ശരാശരി 65. ഇപ്പൊ 2 പേരുടെ തുക എണ്ണം 2, തുക 2 പേരുടെ ശരാശരി 65, എണ്ണം 2, ശരാശരി 65, തുക 2 ഗുണം 65 130. അവസാനത്തെ 2 പേരുടെ ശരാശരി 85. അവസാനത്തെ 2 പേര് കുഞ്ഞുങ്ങളെ ഇവന്മാരാ. ഇവരുടെ ശരാശരി 85. അപ്പോൾ അവരുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 2 എണ്ണം, ശരാശരി 85, എണ്ണം ഗുണം ശരാശരി 2 ഗുണം 85. 2 ഗുണം 85 എന്ന് പറഞ്ഞാൽ 170. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു വെള്ളി വെളിച്ചം വീണിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ഈ നടുക്കത്തവനെയാ കിട്ടണ്ടേ. ഇടയെ നിങ്ങൾക്കറിയാം മൊത്തം 375. അതിൽ ഈ 2 130, ഈ 2 170. അപ്പം തന്നെ 130 170 300 375 ഈ 4 300 പോയി. അപ്പം നടുക്കത്തവന് 375 300 പോയിട്ട് ബാക്കി 75 എന്ന് വളരെ സിമ്പിളായി കിട്ടത്തില്ലേ? ഓപ്ഷൻ സി. നീ അല്ലേ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 5 പേരുടെ കയ്യിൽ 375 മാങ്ങയുണ്ട്. അതിൽ ആദ്യത്തെ 2 കയ്യിൽ 130, അവസാനത്തെ 2 കയ്യിൽ 170. അപ്പം തന്നെ 4 കയ്യിൽ 300 130 170. 375 300 പോയിട്ട് നടുക്കത്തവൻ്റെ കയ്യിൽ 75. ഒന്നുകൂടെ വളരെ പെട്ടെന്ന്, എ, ബി, സി, ഡി, ഇ 5 പേരുടെ ശരാശരി 75. അപ്പോൾ 5 പേരുടെ തുക 5 ഗുണം 75 375. 2 പേരുടെ ശരാശരി 65. അപ്പൊ 2 പേരുടെ തുക 2 65 130. അവസാനത്തെ 2 പേരുടെ ശരാശരി 85. അപ്പോൾ അവരുടെ തുക 2 ഗുണം 85 170. അപ്പോൾ മൊത്തം 375. ഈ 2 130, ഈ 2 170. അപ്പം തന്നെ 300. 375 300 പോയിട്ട് ബാക്കിയുള്ളവൻ ഈ ഉള്ളവനാണ്, സി ആണ്, നടുക്കത്തവനാണ്. അത് 375 300 പോയിട്ട് ബാക്കി 75, ഓപ്ഷൻ സി. അടുത്ത് 3 സംഖ്യകളുടെ ശരാശരി 7. അതിൽ ആദ്യ 2 സംഖ്യകളുടെ ശരാശരി 5ഉം അവസാന 2 സംഖ്യകളുടെ 8ഉമായാൽ സംഖ്യകൾ യഥാക്രമം ഏതൊക്കെയാണ്? കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷനിൽ നിന്ന് ചെയ്ത് നോക്കാം. പക്ഷെ അത്യാവശ്യം നല്ല സമയമെടുക്കും. ഓപ്ഷൻ ഡി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 3 സംഖ്യകളുണ്ട്. ആ 3 സംഖ്യകളുടെ ശരാശരി 7. അതിൽ ആദ്യ 2 സംഖ്യകളുടെ ശരാശരി 5ഉം അവസാന 2 സംഖ്യകളുടെ ശരാശരി 8ഉമാണ്. അപ്പം 3 സംഖ്യകളുടെ ശരാശരി കുഞ്ഞുങ്ങളെ 7. അതിൽ ആദ്യത്തെ 2 സംഖ്യകളുടെ ശരാശരി 5. പിന്നത്തെ 2 സംഖ്യകൾ, അവസാനത്തെ 2 സംഖ്യകളുടെ ആകെ 3 പേരേ ഉള്ളൂ, സംഖ്യകളുടെ ശരാശരി 8. എങ്കിൽ സംഖ്യകൾ 3 സംഖ്യകളെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, എ, ബി, സി. ഓക്കെ, ക്യാപിറ്റലിൽ കൊടുക്കുക. ഇതാണ് 3 സംഖ്യകൾ എ, ബി, സി.
ഇവരുടെ ശരാശരി നമ്മളോട് പറയുന്നു 7. ഇവരുടെ ശരാശരി 7 ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇവരുടെ തുക എന്ന് പറയുന്നത് 21. എങ്ങനെ? കാര്യം തുക കാണാൻ എണ്ണം ഗുണം ശരാശരിയാണ്. എണ്ണം മക്കളെ 3, ശരാശരി മക്കളെ 7. എണ്ണം ഗുണം ശരാശരി ചെയ്തപ്പോൾ തുക നമുക്ക് കിട്ടി 21. ഓക്കെ. ഇനി ആദ്യ 2 സംഖ്യകളുടെ ശരാശരി 5. ആദ്യ 2 സംഖ്യകൾ ആരൊക്കെയാ? എയും ബിയും. അവരുടെ ശരാശരി 5 എന്ന് പറയുമ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് 10. കാര്യം 2 പേര് ശരാശരി 5, എണ്ണം ഗുണം ശരാശരി 10. അവസാന 2 സംഖ്യകളുടെ ശരാശരി 8. അവസാന 2 സംഖ്യ എന്ന് പറയുന്നത് ബിയും സിയും. ബിയും സിയുടെയും ശരാശരി 8. അപ്പോഴേ നിങ്ങൾ ഓർക്കുക, ബിയും സിയുടെ കൂട്ടുന്നത് എണ്ണം 2, ശരാശരി 8, 16. ഇപ്പം നമ്മുടെ മനസ്സിലൊരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഓവർടേക്ക് ഒക്കെ കയറി വന്നപ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ വന്നു. ഈ ഏതൊക്കെയാ സംഖ്യകൾ കാണണം. മക്കളെ, ഇത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ അകത്തും എയും ബിയും ഉണ്ട്, രണ്ടാമത്തെ അകത്തിൽ ബിയും സിയും ഉണ്ട്. ഇത് 3 കൂടെ കൂട്ടിയാൽ 21. നിങ്ങൾ പറയണേ, ഇത് 3 കൂടെ കൂട്ടിയാൽ 21. അതിൽ എയും ബിയും 10, ബിയും സിയും 16. ഇത് 2 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 26. ഒന്നുകൂടെ പറയുന്നു, ഇത് 3 കൂടെ കൂട്ടുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 21. ഇനി എയും ബിയുടെ കൂട്ടുമ്പോൾ 10, ബിയും സിയുടെ കൂട്ടുമ്പോൾ 16. അപ്പൊ ഇത് 2 കൂടെ വരുമ്പോൾ 26. ഈ 21ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഈ 2ന്റെ അകത്തും വരുന്ന ബി എന്ന് പറയുന്നു. എൻ്റെ ലോജിക്ക് ഞാൻ പറയാം. 21ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസം 5. ബി എന്ന് പറയുന്നത് 5. ഉറപ്പിച്ചോ, ബി എന്ന് പറയുന്ന 5. ഒന്നുകൂടെ പറയുന്നു, മുഴുവൻ 21. ഈ 2 10, ആ 2 16, അപ്പൊ തന്നെ 26. മുഴുവനായ 21ഉം ഇത് 2 കൂടെ കൂട്ടി 26ഉം തമ്മിലുള്ള വ്യത്യാസം 5. ഈ വ്യത്യാസമായിരിക്കും 2ന്റെ അകത്തും വരുന്നവൻ. ഓക്കെ ആണോ? അതിൻ്റെ ലോജിക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഇത്രയേ ഉള്ളൂ. എടാ, 3 കൂടെ കൂട്ടുമ്പോൾ 21. ഒന്നുകൂടെ പറയുന്നു, 3 കൂടെ കൂട്ടുമ്പോൾ മക്കളെ 21. അപ്പൊ ഇത് കൂട്ടുമ്പോഴും 21 തന്നെയല്ലേ വരണ്ടേ? പക്ഷെ ഇത് കൂട്ടിയപ്പോൾ നമുക്ക് 26 വന്നു. എന്തുകൊണ്ടാ 26 വന്നത്? ഇതിൻ്റെ അകത്തും എ ബിക്കകത്തും ഒരു ബി വന്നു, ബി സിക്കകത്തും ഒരു ബി വന്നു. ഈ ബി എന്ന് പറയുന്നവൻ കുമ്പിടിയാണ്. അവൻ 2 പ്രാവശ്യം വന്നു. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. കണ്ടോ? അവനെ 1 പ്രാവശ്യം എടുത്താൽ മതി. അവൻ 2 പ്രാവശ്യം വന്നത് കൊണ്ടാണ് ഒരു 5 എക്സ്ട്രാ വന്നേ. ആലോചിച്ച് നോക്ക്. അപ്പോൾ അവൻ്റെ 2 പ്രാവശ്യം വന്നത് കൊണ്ടാണ് 5. അപ്പൊ അവൻ 1 പ്രാവശ്യം വരുമ്പോഴും 5 തന്നെയാണ്. കാര്യം അവൻ 1 പ്രാവശ്യം വന്നാൽ 21 തന്നെ വന്നേനെ. കാര്യം എ ബി എസ് സി അവൻ 1 പ്രാവശ്യം വന്നാൽ 21 വരത്തുള്ളൂ. കാര്യം മൊത്തം 21 ഉള്ളൂ സുഹൃത്തെ. അവൻ 1 പ്രാവശ്യം വന്നാൽ 21 ഉള്ളൂ. അപ്പൊ ഇവൻ 2 പ്രാവശ്യം വന്നപ്പോൾ 26 എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഒന്നുകൂടെ അവൻ കയറി വന്നപ്പോൾ 5 കൂടെ കൂടി. അപ്പൊ ഈ 2 വന്നവന്റെ വില 5 ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് 5 ആണ്. കണ്ടോ? ഓക്കെ. അപ്പോൾ ഞാനിത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ഞാനൊന്ന് എഴുതാം. എയും ബിയും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. നോക്കിക്കോണേ. എ ബി സി എന്നിവരുടെ തുക, എന്നിവരുടെ ശരാശരി 7. അപ്പോഴേ ഉറപ്പിച്ചോളുക, എയും ബിയും സിയും കൂടെ കൂട്ടുന്നത് 21. കാര്യം എണ്ണം ഗുണം ശരാശരിയാണ് തുക. എയും ബിയും സിയുടെ കൂട്ടുന്ന 3, ശരാശരി 7, 21. ആദ്യ 2 സംഖ്യകളുടെ ശരാശരി 5. ആദ്യ 2 സംഖ്യ എയും ബിയുവാ. അപ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് എണ്ണമായ 2 ഗുണം ശരാശരിയായ 5, 10. അടുത്ത 2 സംഖ്യകളുടെ തുക ബിയും സിയുവാ. ബിയും സിയുടെയും ശരാശരി 8. അപ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് ബി പ്ലസ് സി എന്ന് പറയുന്നത് 2 ഗുണം 8, 16. മക്കളെ, എ പ്ലസ് ബി എന്ന് പറയുന്നത് 21, ബി പ്ലസ് സി എന്ന് പറയുന്നത് 16. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 21, എ പ്ലസ് ബി എന്ന് പറയുന്നത് 10, ബി പ്ലസ് സി എന്ന് പറയുന്നത് 16. ഇത്രയും കൂട്ടുമ്പോൾ മക്കളെ 26 നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് 26 വന്നത്?
മൂന്നൂടെ കൂട്ടുമ്പോൾ 21 വരാവൂ. പക്ഷെ എന്തുകൊണ്ട് 26 വന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്തിൽ 2 പ്രാവശ്യം ബി വന്നു. ഈ 2 പ്രാവശ്യം ബി വന്നതുകൊണ്ടാണ് 26 വന്നത്. അപ്പോൾ ഒരു ബി എക്സ്ട്രാ വന്നത് കൊണ്ടാണ് 26 വന്നത്. അപ്പോൾ എക്സ്ട്രാ വന്ന ഒരു ബിയുടെ വില എത്രയാന്ന് ചോദിച്ചാൽ 26-ൽ നിന്ന് 21 പോയിട്ട് നമുക്ക് പറയാം 5. അപ്പൊ ബിയുടെ വാല്യൂ 5. ബിയുടെ വാല്യൂ 5 കിട്ടിയാൽ നമുക്ക് എന്തും ചെയ്യാം. ഈ ഓപ്ഷനിൽ നിന്ന് ഇനിയും വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ബി 5 ആണെന്ന് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ചെയ്യണം നിൽക്കണ്ട സുഹൃത്തെ, മതി. എന്നാലും പറയാം, ബിയുടെ വാല്യൂ 5. ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ നിങ്ങൾക്കറിയാം എയും ബിയുടെ കൂട്ടുമ്പോൾ 10. എയും ബിയുടെ ഇവിടെ നോക്കാം, എയും ബിയുടെ കൂട്ടുമ്പോൾ 10. ബിയുടെ വാല്യൂ 5 ആണ്, എയും 5. നിങ്ങൾക്കറിയാം ബിയും സിയുടെ കൂട്ടുമ്പോൾ 16. ബിയും സിയുടെ കൂട്ടുമ്പോൾ 16. ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ സിയുടെ വാല്യൂ 11. 16-ൽ നിന്ന് 5 പോയിട്ട് 11. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 5ഉം 11 കൂടെ കൂട്ടിയാലേ 16 ആവും. സിയുടെ വാല്യൂ 11. അപ്പോൾ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 5, സിയുടെ വാല്യൂ 11 എന്ന് നിസ്സംശയം പറയാം. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത് കൊണ്ടാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ വളരെ പെട്ടെന്ന് ചെയ്ത് കാണിക്കാം. 3 സംഖ്യകളുടെ ശരാശരി 7. 3 സംഖ്യകളെ നമ്മൾ എടുത്തു, എ ബി സി. അവരുടെ ശരാശരി 7 എന്ന് പറയുമ്പോൾ 3 സംഖ്യകൾ കൂട്ടുന്നത് 21. അതെന്തുകൊണ്ടാ? തുക എന്ന് പറയുന്നത് എണ്ണം ഗുണം ശരാശരി. എണ്ണം 3, ശരാശരി 7, 21. ആദ്യ 2 സംഖ്യകളുടെ ശരാശരി 5. ആദ്യ 2 സംഖ്യകൾ എയും ബിയും. അവരുടെ ശരാശരി 5 എന്ന് പറയുമ്പോൾ അവരുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ 2 ഗുണം 5 10. അതെന്തുകൊണ്ടാ? അവർ 2 പേര്, ശരാശരി 5, തുക കാണാൻ എണ്ണം ഗുണം ശരാശരി 10. അടുത്ത 2 സംഖ്യകളുടെ അവസാന 2 സംഖ്യകളുടെ ശരാശരി 8. അവസാന 2 സംഖ്യകൾ ബിയും സിയുമാണ്. അവരുടെ ശരാശരി 8. അപ്പോൾ അവരുടെ തുക എത്രയാന്ന് ചോദിച്ചാൽ എണ്ണം 2, ശരാശരി 8, 16. അപ്പൊ നമുക്ക് മനസ്സിലായി 3 കൂടെ കൂട്ടുമ്പോൾ 21. എയും ബിയുടെ കൂട്ടുമ്പോൾ തന്നെ 10 ആയി. ബിയും സിയുടെ കൂട്ടുമ്പോൾ തന്നെ 16 ആയി. നോർമലി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 21 ആണ് വരേണ്ടത്. പക്ഷെ ഇത് കൂട്ടിയപ്പോൾ 26 വന്നു. അതിൻ്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ നടുക്കത്തവൻ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, അവിടെയുമുണ്ട് ഇവിടെയുണ്ട്. അവൻ 2 പ്രാവശ്യം വന്നതുകൊണ്ടാണ് ഇത് 26 മാറിയത്. അപ്പോൾ എക്സ്ട്രാ വന്ന ഒരുത്തൻ്റെ വില 5 ആണ്. കാര്യം ഇവൻ നോർമലി ഒറ്റ പ്രാവശ്യമാണ് വരുന്നതെങ്കിൽ 21 കൂട്ടുമ്പോൾ കിട്ടുക, നമുക്ക് 21 തന്നെ വരും. ഇവൻ ഒന്നുകൂടെ വന്നപ്പോൾ 5 കൂടെ കൂട്ടി. അപ്പോൾ ഇവൻ 1 പ്രാവശ്യം വന്നാൽ അതിൻ്റെ വില 5 ആണ്. ബിയുടെ വില 5 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി വളരെ ഷോർട്ട് കട്ടായിട്ട് പറയുന്നു, ടോട്ടൽ 21 ആണ്. ഈ 2 കിടക്കുന്നവന്റെ വില കാണാൻ ഇത് 2 കൂടെ കൂട്ടിയിട്ട് വ്യത്യാസം എടുത്താൽ മതി. 10ഉം 16ഉം 26. 21ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസം 5. ഈ 5 ആയിരിക്കും 2 കിടക്കുന്നവൻ. കാര്യം 2 കിടക്കുന്നവൻ 2 പ്രാവശ്യം വരും. 1 പ്രാവശ്യം എടുത്താൽ മതി. അപ്പൊ എക്സ്ട്രാ നിൽക്കുന്നത് 5 ആണ്. ഒന്നുകൂടെ പറയുന്നു, ഈ 2 നിൽക്കുന്ന ബിയുടെ വില കാണാൻ ഇത് 2 കൂടെ കൂട്ടുക. 10ഉം 16ഉം 26. മുഴുവൻ 21ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക 5. ഒന്നുകൂടെ പറയുന്നു, 2 കിടക്കുന്നവന്റെ വില കാണാൻ 10ഉം 16ഉം കൂടെ കൂട്ടുക 26. മുഴുവൻ വാല്യൂ ആ 21ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ബിയുടെ വാല്യൂ മക്കളെ 5. ഈ മോഡലിലെല്ലാം ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്കറിയാം എയും ബിയും കൂടെ കൂട്ടുമ്പോൾ 10. അതിൽ ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ എയുടെ വാല്യൂവും 5 ആണ്. ഓക്കെ. ഇനി നമുക്കറിയാം ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 16. ബിയുടെ വാല്യൂ 5 ആണ്, സിയുടെ വാല്യൂ 11. എന്നാൽ മാത്രമേ 16 ആവൂ. അപ്പൊ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 5, സിയുടെ വാല്യൂ 11. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, 6 കുട്ടികളുടെ ശരാശരി ഭാരം 17.5 കിലോഗ്രാം ആണ്. ആദ്യത്തെ 5 കുട്ടികളുടെ ഭാരങ്ങൾ യഥാക്രമം 14, 19, 23, 21, 13 എന്നിങ്ങനെ ആയാൽ 6ാമത്തെ കുട്ടിയുടെ ഭാരം എത്ര എന്നതാണ് ചോദ്യം. വന്ന ചോദ്യമാണ്. ഒന്നുകൂടെ പറയുന്നു, 6 കുട്ടികളുടെ ശരാശരി ഭാരം 17.5.
എത്രയോ 6 കുട്ടികളുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഭാരമുണ്ട്. അവരുടെ ശരാശരി നമ്മളോട് പറയുന്നു 17.5. ഓക്കെ ആണ്. ഒന്നാമത്തെ കുട്ടിയുടെ ഭാരം 14, രണ്ടാമത്തെ കുട്ടിയുടെ ഭാരം 19, മൂന്നാമത്തെ കുട്ടി 23, നാലാമത്തെ 21, അഞ്ചാമത്തെ 13. എങ്കിൽ ആറാമത്തെ കുട്ടിയുടെ ഭാരം എത്ര എന്നതാണ്. മക്കളെ 2 രീതി ചെയ്യാം. നോർമൽ രീതിയും ഞാനൊന്ന് പറയാം, എന്നിട്ട് ഇത് ചെയ്യാനുള്ള വേറൊരു രീതിയൂടെ പറയാം. നിങ്ങൾക്ക് ഏതാ സൗകര്യം അത് നിങ്ങൾ ചെയ്തോളുക. മക്കളെ 6 കുട്ടികളുടെ ശരാശരി ഭാരം 17.5. അപ്പൊ 6 കുട്ടികളുടെ മുഴുവൻ ഭാരം എത്രയാന്ന് ചോദിച്ചാൽ 6 × 17.5. അതെങ്ങനെ? കാര്യം എണ്ണം 6ആണ്, ശരാശരി 17.5 ആണ്. അപ്പോൾ അവരുടെ മുഴുവൻ തുക എന്ന് പറയുന്നത് 6 × 17.5. 6 × 17.5 ചെയ്യുമ്പോൾ 17 2 35, 4 70, 105 വരും. അപ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് നമുക്ക് പറയാം 105. ഈ 6 പേരുടെ തുക, അതായത് 6 പേരുടെ ഭാരത്തിന്റെ തുക എന്ന് പറയുന്നത് മക്കളെ 105 കിലോഗ്രാം ആണ്. അതിൽ 5 പേരുടെ ഭാരം നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലോടെ ഒന്ന് കൂട്ടിക്കേ. 14, 19, 33 ആണ്. 33, 23, 56 ആണ്. 56, 21, 66, 76, 77 ആണ്. 77, 13, 90 ആണ്. 5 പേരുടെ തുക എന്ന് പറയുന്നത് 90. 6 പേരുടെ തുക 105 ആണ്. അതിൽ 5 പേരുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു 90. അപ്പോൾ ആറാമത്തവൻ എത്രയാന്ന് ചോദിച്ചാൽ 105-ൽ നിന്ന് 90 പോയിട്ട് നമുക്ക് പറയാം 15 കിലോ. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. എങ്ങനുണ്ട്? ഒന്നുകൂടെ പറയുന്നു. 6 പേരുടെ ശരാശരി ഭാരം 17.5. അപ്പോൾ 6 പേരുടെ തുക 6 × 17.5. 6 × 17.5 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 6 പേരുടെ തുക 105. ഇനി 5 പേരുടെ ഭാരം നമ്മുടെ കയ്യിലുണ്ട്. 14, 19, 23, 21, 13. അപ്പൊ 5 പേരുടെ ഭാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 5 പേരുടെ ഭാരം നമ്മളൊന്ന് കൂട്ടി നോക്ക്. 5 പേരുടെ ഭാരം ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും 90. 6 പേരുടെ ഭാരം 105, 5 പേരുടെ ഭാരം 90. അപ്പോൾ ആറാമത്തവൻ എത്രയാന്ന് ചോദിച്ചാൽ 6 പേരുടെ കയ്യിൽ 105 മാങ്ങ, 5 പേരുടെ കയ്യിൽ 90 എണ്ണം. അപ്പോൾ ആറാമത്തൻ്റെ കയ്യിൽ സ്വാഭാവികമായും 105-ൽ നിന്ന് 90 പോയിട്ട് ബാക്കി 15. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിൽ ഈ ഡീവിയേഷൻ എടുത്ത് വേണമെങ്കിലും ഈ സാധനം നമുക്ക് ചെയ്യാം. അതും കൂടെ ഞാനൊന്ന് പറയാം. ചിലർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡായിരിക്കും എളുപ്പം, വേണ്ട എന്നുള്ളവർ വിട്ടേക്കുക. ഇതൂടെ ഞാനൊന്ന് പറയാം. ഞാനാണ് ഈ പറയുന്ന മെത്തേഡിലേ ചെയ്യുള്ളൂ. മക്കളെ ഇങ്ങോട്ട് നോക്കാം. 6 പേരുടെ ശരാശരി ഭാരം നമ്മളോട് പറയുന്നു 17.5. 6 പേരുടെ ശരാശരി ഭാരം 17.5. ഇനി ഓരോരുത്തർക്കും ഈ 17.5-ൽ നിന്നുള്ള ഡീവിയേഷൻ നമുക്കൊന്ന് നോക്കണം. കാര്യം 17.5 ആണ് എല്ലാവർക്കും കിട്ടേണ്ടത്. ഓരോരുത്തർക്കും ഡീവിയേഷൻ എത്ര എന്ന് നോക്കണം. 14 എന്ന് പറയുമ്പോൾ 17.5-ൽ നിന്ന് 3.5 കുറവ്, -3.5. അടുത്തത് 19 എന്ന് പറയുമ്പോൾ 17.5-ൽ നിന്ന് 1.5 കൂടുതൽ, +1.5. അടുത്ത 23 എന്ന് പറയുമ്പോൾ 18, 19, 20, 21, 22. 23 എന്ന് പറയുമ്പോൾ 17.5-ൽ നിന്ന് 5.5 കൂടുതൽ. അടുത്തത് 21 എന്ന് പറയുമ്പോൾ 17.5-ൽ നിന്ന് 12, 18, 19, 20, 3.5 കൂടുതൽ. അടുത്തത് 13 എന്ന് പറയുന്നത് 17.5-ൽ നിന്ന് 4.5 കുറവ്. ഇപ്പൊ മക്കളെ 5 പേരെ ആയിട്ടുള്ളൂ. ഇനി ഒരുത്തനൂടുണ്ട്. അവന്റെ ഡീവിയേഷൻ നമുക്കറിയത്തില്ല. അവന്റെ ഡീവിയേഷൻ നമുക്ക് എക്സ് ആണ് എന്നങ്ങ് കൊടുക്കുക. കാര്യം 6ാമത് ഒരുത്തനോടുണ്ടല്ലോ. മക്കളെ ഈ ഡീവിയേഷൻ മക്കളെ 0 വരണം. എന്ത് വരണം? 0 വരണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതെന്താ? കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാ?
കാര്യം 17.5 ഇവരുടെ ശരാശരി. അപ്പൊ ഡീവിയേഷൻ എടുക്കുമ്പോഴും 17 തന്നെ നിൽക്കണമെങ്കിൽ 0 ആവണം. മുമ്പേ നമ്മൾ ചെയ്തില്ലേ, ഡീവിയേഷൻ 1.5 ആണെങ്കിൽ 1.5 കൂട്ടും, ഡീവിയേഷൻ -1.5 ആണ് 1.5 കുറയ്ക്കും. അപ്പൊ ഡീവിയേഷൻ 0 വന്നാൽ മാത്രമേ ഈ 17 തന്നെ ശരാശരി വരും. കാര്യം ശരാശരിയിൽ മാറ്റമില്ല, ഇവരുടെ ഡീവിയേഷൻ 0 വരണം. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 17 ഇവരുടെ ശരാശരി. അപ്പൊ ഈ 6 പേർക്കുമുള്ള ശരാശരിയിൽ നിന്നുള്ള ഡീവിയേഷൻ നോക്കണം. 14 -3.5, 19 1.5 കൂടുതൽ +1.5, 23 5.5 കൂടുതൽ +5.5, 21 3.5 കൂടുതൽ +3.5, 13 4.5 കുറവ് -4.5. ഇനി ഒരുത്തനൂടുണ്ട്, 6ാമത്തെ ഒരുത്തൻ, അവന്റെ ഡീവിയേഷൻ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അവനെ x എന്നൂടെ കൊടുത്തു, +x. ഈ ഡീവിയേഷൻ മക്കളെ ഓവറോൾ വരുമ്പോൾ 0 ആവണം, എന്നാലേ 17.5 നിൽക്കും. -3.5 +3.5 ക്യാൻസലായി. കാര്യം ഒരേ സംഖ്യ മൈനസും പ്ലസും ആണ്, നമുക്ക് വെട്ടിക്കളയാൻ സുഹൃത്തെ, കളഞ്ഞു. 1.5 5.5 കൂട്ടുമ്പോൾ 7 വരും. ആലോചിച്ച് നോക്ക്, 7ൽ നിന്ന് 4.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 2.5 വരും. 2.5 + x ആണ് 0. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ ഈ 2.5 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, -2.5 ആണ്. അപ്പോ 6ാമത്തെ അവന് ശരാശരിയിൽ നിന്നുള്ള ഡീവിയേഷൻ -2.5 ആണ്. അപ്പൊ 17.5ൽ നിന്ന് മൈനസ് ആയതുകൊണ്ട് -2.5 കുറച്ച് 6ാമത്തവന്റെ വാല്യൂ നമുക്ക് പറയാം 15. +2.5 ആയിരുന്നെങ്കിൽ 2.5 നമ്മൾ കൂട്ടിയേനെ, 20 എന്ന് എഴുതിയേനെ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇവിടുത്തെ ശരാശരി നമുക്കറിയാം 17.5. 6 പേർക്കും ശരാശരിയിൽ നിന്നുള്ള ഡീവിയേഷൻ നമുക്ക് നോക്കണം. ഈ ഡീവിയേഷൻ 0 വരണം, എന്നാലേ 17.5 തന്നെ ശരാശരി നിൽക്കൂ. മക്കളെ 14 -3.5, 19 +1.5, 23 +5.5, 21 +3.5, 13 -4.5. ഇനി ഒരുത്തനൂടുണ്ട്, 6ാമത്തെ ഒരുത്തൻ, അവന്റെ ഡീവിയേഷൻ നമുക്കറിയില്ല, അവനെ നമ്മൾ +x എന്നിട്ടു. ടോട്ടൽ ഡീവിയേഷൻ 0 ആവണം. -3.5 +3.5 വെട്ടി. 1.5 5.5 കൂട്ടുമ്പോൾ 7, 7ൽ നിന്ന് 4.5 പോയാൽ 2.5. 2.5 + x ആണ് 0. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ 0 -2.5 നമുക്ക് മനസ്സിലായി, -2.5. അപ്പോ 6ാമത്തവന് ശരാശരിയിൽ നിന്നുള്ള ഡീവിയേഷൻ -2.5 ആണ്. ശരാശരിയിൽ നിന്നുള്ള 6ാമത്തെ ഒരുത്തനുണ്ട്, അവന് ശരാശരിയിൽ നിന്നുള്ള ഡീവിയേഷൻ -2.5 ആ. 6ാമത്തവൻ ശരാശരിയെക്കാളും 2.5 കുറവാ സുഹൃത്തെ, 2.5 കുറവ്. 17.5ൽ നിന്ന് 2.5 പുറകോട്ട് പോയിട്ട് നമ്മുടെ ഉത്തരം 15, ഓപ്ഷൻ ബി. അടുത്ത ഇതേപോലൊരു ചോദ്യത്തിലോട്ട് പോവാം. 21, 28, 29, 20 k എന്നീ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ കെയുടെ വില എത്ര? PSC പരീക്ഷകൾക്കൊക്കെ ഒരു സ്ഥിരം ചോദ്യമാണിത്. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 21, 28, 29, 20 k 5 സംഖ്യകളുണ്ട്. ഈ 5 സംഖ്യകളുടെ ശരാശരി 25 ആണെങ്കിൽ കെയുടെ വില എത്ര എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? മക്കളെ, കെ ഉൾപ്പെടെ 5 സംഖ്യകളുണ്ട്. ഈ 5 സംഖ്യകളുടെ ശരാശരി 25 ആണെങ്കിൽ ഈ 5 സംഖ്യകളുടെ തുക 5 × 25 125. അപ്പൊ നിങ്ങൾ ആലോചിക്കാതെ എങ്ങനെ വന്നു? ഇടേ തുക കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എണ്ണം ഗുണം ശരാശരിയാണ്. കെ ഉൾപ്പെടെ 5 സംഖ്യകളുണ്ട്. ഈ 5 സംഖ്യകളുടെ എണ്ണം 5, ഈ 5 സംഖ്യകളുടെ ശരാശരി 25. അപ്പോൾ അവരുടെ തുക എന്ന് പറഞ്ഞാൽ എണ്ണം ശരാശരി 125. ഇനി കെ ഒഴികെ ബാക്കിയുള്ളവരുടെ ശരാശരി ബാക്കിയുള്ള തുക കണ്ടുപിടിച്ചാലോ? മൊത്തം തുക 125. അതിൽ കെ ഒഴികെ ബാക്കി 21ഉം 28 കൂട്ടുമ്പോൾ 49 ആണ്. 49ഉം 29 കൂട്ടുമ്പോൾ 78 ആണ്.
78ഉം 20 കൂടെ കൂട്ടുമ്പോൾ 98ആണ്. മക്കളെ കെ ഒഴികെ ബാക്കിയുള്ളവരുടെ തുക എന്ന് പറയുന്നത് മക്കളെ 98ആണ്. ആലോചിച്ച് നോക്ക്, കെ ഒഴികെ. അപ്പൊ കെയുടെ തുക മാത്രം എത്രയാന്ന് ചോദിച്ചാൽ മുഴുവൻ തുകയായ 125ൽ നിന്ന് ബാക്കി 4 പേരുടെ 98 കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരം 27ആണ് എന്ന് മനസ്സിലാവും. ഒന്നുകൂടെ പറയുന്നു, 5 പേരുണ്ട് കെ ഉൾപ്പെടെ. ആ 5 പേരുടെ തുക ശരാശരി 25 ആണെങ്കിൽ അവരുടെ തുക 5 ഗുണം 25 125. അതിൽ കെ ഒഴികെ ബാക്കി 4 പേരുടെ തുക കൂട്ടുമ്പോൾ 98. 5 പേരുടെ കയ്യിൽ 125 മാങ്ങ, അതിൽ കെ ഒഴികെ ബാക്കിയുള്ളവരുടെ കയ്യിൽ 98 മാങ്ങ. അപ്പൊ കെയുടെ കയ്യിൽ എത്രയാന്ന് ചോദിച്ചാൽ 125ൽ നിന്ന് 98 പോയിട്ട് 27. ഇങ്ങനെയാണ് പ്രോപ്പറായി ചെയ്യുക. ഇനി നമ്മുടെ മറ്റേ മെത്തേഡിൽ ഇതെങ്ങനെ ചെയ്യാം? മക്കളെ, ഇവരുടെ ശരാശരി നമ്മളോട് പറയുന്നു 25. കെ ഉൾപ്പെടെ 5 പേരുണ്ട്, അവരുടെ ശരാശരി 25 എന്ന് പറയുന്നു. ഇനി ഈ 25ൽ നിന്നുള്ള ഡീവിയേഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തവൻ 21. 21 എന്ന് പറയുമ്പോൾ 4 കുറവ് -4. അടുത്തവൻ 28. 28 എന്ന് പറയുമ്പോൾ 3 കൂടുതൽ +3. അടുത്തവൻ 29. 29 എന്ന് പറയുമ്പോൾ 4 കൂടുതൽ +4. അടുത്തവൻ 20. 20 എന്ന് പറയുമ്പോൾ 5 കുറവ്. അടുത്തവന്റെ ഡീവിയേഷൻ, കെയുടെ ഡീവിയേഷൻ നമുക്ക് അറിയത്തില്ല. വേണമെങ്കിൽ ആ ഡീവിയേഷനെ കെ എന്നോ എക്സ് എന്നോ വല്ലതും കൊടുക്കാം. നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ് എന്ന് കൊടുത്തു. കാര്യം കെയുടെ ഡീവിയേഷൻ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അവിടെ എക്സ് എന്ന് കൊടുത്തു. എക്സ് എന്നായിരുന്നെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും അക്ഷരം കൊടുക്കും. ഓക്കെ, ഈ ഡീവിയേഷൻ ആക്ച്വലി എന്ത് വരണം? 0 വരണം. കാര്യം ഈ ഡീവിയേഷൻ 0 വന്നാൽ മാത്രമേ ശരാശരി 25ൽ തന്നെ നിൽക്കുള്ളൂ. ഒന്നുകൂടെ പറയുന്നു, ശരാശരി 25ആണ് 5 പേരുടെ. ഓരോരുത്തരുടെ ഡീവിയേഷൻ നോക്കുക. 21. 25ൽ നിന്നുള്ള മാറ്റം -4. 28. 25ൽ നിന്നുള്ള മാറ്റം +3. 29. 25ൽ നിന്നുള്ള മാറ്റം +4. 20. 25ൽ നിന്നുള്ള മാറ്റം -5. കെയ്ക്ക് ശരാശരിയിൽ നിന്നുള്ള മാറ്റം നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തു. ഈ ഡീവിയേഷൻ 0 വരണം. -4ഉം +4 പോയി. 3 - 5. 3 - 5 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 + x = 0. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും 2. അപ്പൊ കെയ്ക്ക് ശരാശരിയിൽ നിന്നുള്ള ഡീവിയേഷൻ എൻ്റെ പൊന്നു പിള്ളേരെ 2 ആണ്. എന്ത് 2? +2 എന്ന് പറഞ്ഞാൽ +2. കെയ്ക്ക് ശരാശരിയിൽ നിന്ന് 2 കൂടുതലാണ്. ശരാശരി 25ആണ്. അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 27. -2 ആയിരുന്നെങ്കിൽ ശരാശരിയിൽ നിന്നുള്ള ഡീവിയേഷൻ 2 കുറവാണ്. അപ്പൊ 25ൽ നിന്ന് 2 കുറച്ച് എഴുതേണ്ടി വന്നേനെ. ഒന്നുകൂടെ വളരെ പെട്ടെന്ന് പറയുന്നു. 25ൽ നിന്നുള്ള മാറ്റം -4 +3 +4 -5. കെയുടെ ഡീവിയേഷൻ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തു. ഫുൾ ഡീവിയേഷൻ 0 വരണം, എന്നാലേ ഇവിടെ വരും. -4 +4 ക്യാൻസൽ. 3 ൽ 5 പോയ -2 + x ആണ് 0. എക്സിന്റെ വാല്യൂ -2 അപ്പുറത്ത് പോയി +2 ആവും. അപ്പോ ശരാശരിയിൽ നിന്ന് കെയുടെ ഡീവിയേഷൻ നമുക്ക് മനസ്സിലായി 2. ശരാശരിയിൽ നിന്ന് 2ന്റെ വ്യത്യാസമുണ്ട്. 2 എന്ന് പറഞ്ഞാൽ +2, 2 കൂടുതലായിരിക്കും. -2 ആയിരുന്നേ 2 കുറവായിരിക്കും. ശരാശരി 25, അതിൻ്റെ കൂടെ 2ന്റെ കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 27. അടുത്ത ചോദ്യം. There were 28 boys and some girls in one class. ഒരു ക്ലാസ്സിൽ 28 ബോയ്സും കുറച്ച് പെൺകുട്ടികളും ഉണ്ട്. The average mark obtained by boys in an examination was 12.5. ബോയ്സിന്റെ മാത്രം ശരാശരി 12.5. While girls scored 14.5 average mark. ഗേൾസിന്റെ മാത്രം ശരാശരി 14.5. If the overall average was 13.1,
വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്? 2022 വന്ന ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു ക്ലാസ്സിൽ 28 ബോയ്സ് ഉണ്ട്, പിന്നെ കുറച്ച് പെൺപിള്ളേരും ഉണ്ട്, സം ഗേൾസ് എന്നാ പറയുന്നത്. ഇനി അതിൽ ബോയ്സിന്റെ മാത്രം മാർക്കിന്റെ ശരാശരി 12.5 ആണ്. ഇനി ഗേൾസിന്റെ മാത്രം മാർക്കിന്റെ ശരാശരി 14.5 ആണ്. ഇനി ബോയ്സിന്റെയും ഗേൾസിന്റെയും ഓവറോൾ ശരാശരി 13.1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? മക്കളെ, ഇത്തരം ചോദ്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക. ബോയ്സിന്റെ പറഞ്ഞു, ഗേൾസിന്റെ പറഞ്ഞു, ഇവരുടെ മൊത്തത്തിലുള്ളത് പറഞ്ഞു. ഈ സാധനം അലിഗേറ്റ് ചെയ്താൽ അവിടുത്തെ എണ്ണത്തിൻ്റെ റേഷ്യോ കിട്ടും. പറയുമ്പോൾ ഭയങ്കര സംഭവം തോന്നുന്നു, ഒന്നുമില്ല. ഇപ്പം നിങ്ങളോട് പറയാ, ഇനിയും പുരുഷന്മാരുടെ വയസ്സ് പറഞ്ഞു, സ്ത്രീകളുടെ വയസ്സ് പറഞ്ഞു, മൊത്തത്തിലുള്ള വയസ്സ് പറഞ്ഞു. ഇത് അലിഗേറ്റ് ചെയ്താൽ അവരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ കിട്ടും. ഇനി ആൺകുട്ടികളുടെ മാർക്ക് പറഞ്ഞു, പെൺകുട്ടികളുടെ മാർക്ക് പറഞ്ഞു, മൊത്തത്തിലുള്ള മാർക്ക് പറഞ്ഞു. ഇത് അലിഗേറ്റ് ചെയ്താൽ അവരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കൂ, ബോയ്സിന്റെ മാത്രം മാർക്ക് ഈ പറയുന്ന പോലെ 12.5. ഇനി ഗേൾസിന്റെ മാത്രം ശരാശരി 14.5. ബോയ്സിന്റെയും ഗേൾസിന്റെയും കൂടെ ശരാശരി 13.1. ഇത് നടുക്കോട്ട് എഴുതി. മക്കളെ, അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു വലിയ പരീക്ഷയ്ക്ക് വന്നാലും ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ഞാൻ എടുത്തു തരാം. തൽക്കാലം നിങ്ങൾ ഇത്രയും മാത്രം ഓർക്കുക. എവിടൊക്കെ അലിഗേഷൻ ഉപയോഗിക്കാം, എവിടൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളിൽ പല റേഷ്യോ പ്രപ്പോർഷൻ യൂസ് ചെയ്യാം, ടൈം ആൻഡ് ഡിസ്റ്റൻസ് യൂസ് ചെയ്യാം, ഇൻട്രസ്റ്റിൽ യൂസ് ചെയ്യാം, ഈ പറയുന്ന പോലെ ആവറേജ് യൂസ് ചെയ്യാം. പലയിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഞാൻ ഈ 2.0 തന്നെ എടുത്തു തരാം. തൽക്കാലം നിങ്ങൾ ഇത്രയും നോക്കുക. ബോയ്സിന്റെ 12.5, ഗേൾസിന്റെ 14.5, ബോയ്സിന്റെയും ഗേൾസിന്റെയും കൂടെ 13.1. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവിടോട്ട് എഴുതുക. ചെറുതോ വലുതോ ഒന്നും വേണ്ട, വ്യത്യാസം. 12.5ഉം 13.1ഉം തമ്മിലുള്ള വ്യത്യാസം 0.6. 14.5ഉം 13.1ഉം തമ്മിലുള്ള വ്യത്യാസം 1.4. മക്കളെ, ഈ കിട്ടിയതാണ് ഇവരുടെ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ. അതായത് ഏത് ആളുകൾ അല്ലെങ്കിൽ ഏത് ക്വാണ്ടിറ്റി നമ്മൾ അലിഗേറ്റ് ചെയ്യുന്നോ അവരുടെ എണ്ണത്തിന്റെ റേഷ്യോ ആയിരിക്കും കിട്ടുക. 1.4ഉം 0.6ഉം. 1.4നെയും 0.6നെയും നമുക്ക് 14 6 എടുക്കാം, കുഴപ്പമില്ല. കാര്യം ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ്. എല്ലായിടത്തും ഇത് കാണിക്കരുത്. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം ഒക്കെയാണ്, നടക്കത്തില്ല. ഇവിടെ റേഷ്യോ ആയതുകൊണ്ടും ഇവിടെ രണ്ടിടത്തും പോയിന്റ് കഴിഞ്ഞ് ഓരോ സ്ഥാനമേ ഉള്ളായതുകൊണ്ടും ഇത് 14 6. ഈ റേഷ്യോ വെട്ടിക്കളഞ്ഞ് നമുക്ക് പറയാൻ കഴിയും 7:3. അപ്പോൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിന്റെ റേഷ്യോ 7:3. ആൺകുട്ടിയുടെ നേരെ 7 കിട്ടും, ആൺകുട്ടിയുടെ റേഷ്യോ 7 പെൺകുട്ടിയുടെ നേരെ 3 കിട്ടും, പെൺകുട്ടിയുടെ റേഷ്യോ 3 നമുക്ക് മനസ്സിലാവും. ഇതാദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിൽ 28 ആൺകുട്ടികളുണ്ട് എണ്ണം, പിന്നെ കുറച്ച് പെൺപിള്ളേരും ഉണ്ട്, നമുക്കറിയത്തില്ല. അതിൽ ആൺകുട്ടിയുടെ മാത്രം ശരാശരി 12.5. നിങ്ങൾ മേളിൽ ആൺകുട്ടി ബോയ്സ് എന്ന് എഴുതുക. അതിൽ ആൺകുട്ടിയുടെ മാത്രം 12.5. ഗേൾസ് എന്ന് എഴുതുക. അതിൽ പെൺകുട്ടിയുടെ മാത്രം 14.5. ഇനി ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഉള്ളത് നടുക്ക് 13.1. ആൺകുട്ടി 12.5, പെൺകുട്ടി 14.5. 2 പേരുടെയും കൂടെ നടുക്ക് നമ്മളോട്ട് എഴുതി, രണ്ടുകൂടെ നമ്മൾ നടുക്കോട്ട് എഴുതി 13.1. കുഞ്ഞുങ്ങളെ, ഇത് അലിഗേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ആ ഏത് ക്വാണ്ടിറ്റി ആണോ അലിഗേറ്റ് ചെയ്ത അവരുടെ എണ്ണത്തിന്റെ റേഷ്യോ. അതായത് അലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 12.5ഉം 13.1ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടോട്ട് എഴുതുക 0.6. ചെറുതും വലുതും നോക്കണ്ട, ജസ്റ്റ് വ്യത്യാസം. 14.5ഉം 13.1ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടോട്ട് എഴുതുക 1.5. ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത്
1.4ഉം 0.6ഉം ആണ്. പിന്നെ പോയിന്റ് കാണുമ്പോൾ നമുക്കൊരു അലർജിയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് റേഷ്യോ ആയതുകൊണ്ട് കുഴപ്പമില്ല, ആക്ച്വൽ എണ്ണമല്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ 14 എന്നും ഇതിനെ നമ്മൾ 6 എന്നും എടുത്ത് വെട്ടിയാൽ മതി. കാര്യം ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സാധനം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സാധനം വെട്ടിയാൽ പ്രശ്നമില്ല. 14ഉം 6ഉം നമുക്ക് വെട്ടിക്കളയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും 7:3. മക്കളെ, ഈ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ മാത്രം എണ്ണത്തിന്റെ റേഷ്യോ 7. കണ്ടോ? ഈ ക്ലാസ്സിലെ പെൺകുട്ടിയുടെ മാത്രം എണ്ണത്തിന്റെ റേഷ്യോ 3. ഇനി ചിലരെങ്കിലും ചിന്തിക്കരുത്, ഇത് ഇവിടുന്നല്ലേ പോയ, അപ്പൊ അങ്ങനെയല്ലേ? അല്ല, അവനവന്റെ നേരെ ബോയ്സിന്റെ എണ്ണത്തിന്റെ റേഷ്യോ 7, ഗേൾസിന്റെ എണ്ണത്തിന്റെ റേഷ്യോ 3. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ക്ലാസ്സിലെ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ 7:3. അതായത് മൊത്തം 10 ഭാഗം, അതിൽ 7 ഭാഗം ബോയ്സ് ആണ്, 3 ഭാഗം ഗേൾസ് ആണ്. മൊത്തം 10 ഭാഗം, അതിൽ 7 ഭാഗം ഗേൾസ് ആണ്, 3 ഭാഗം 7 ഭാഗം ബോയ്സ് ആണ്, 3 ഭാഗം ഗേൾസ് ആണ്. മൊത്തം 10, അതിൽ 7 ബോയ് 3 ഗേള്. നമുക്കറിയാം ബോയ് എന്ന് പറയുന്നത് 28. ബോയിയുടെ എണ്ണം 28 ക്വസ്റ്റ്യന് പറയുന്നു. അപ്പോഴേ ഉറപ്പിച്ചോണം ബോയിയുടെ റേഷ്യോ 7. 7 റേഷ്യോയാണ് 28. അങ്ങനെയാണ് ഒരു റേഷ്യോ എന്ന് പറയുന്നത് 28/7 4. ഒരു റേഷ്യോ 4. ഇനി നിന്നോട് ചോദിക്കുക ഗേൾ എത്ര? ഗേൾ എന്ന് പറയുന്നത് 3 റേഷ്യോ 3 × 4 12. ഇനി നിന്നോട് ചോദിക്കാം മുഴുവൻ എത്ര? മുഴുവൻ എന്ന് പറഞ്ഞാൽ 10 റേഷ്യോ 7 3. ഒരു റേഷ്യോ 4 10 റേഷ്യോ 4 40. നിന്നോട് ഇവിടെ എന്താ ചോദിച്ചാൽ ആ ക്ലാസ്സിലെ ടോട്ടൽ എന്ന് പറയുന്നത് 10 റേഷ്യോ. ഒരു റേഷ്യോ 4 10 റേഷ്യോ 4 40. ഒന്നൂടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടുപിടിച്ചു ഈ ക്ലാസ്സിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള അംശബന്ധം, എണ്ണത്തിന്റെ അംശബന്ധം 7:3. അതായത് മൊത്തം 7ഉം 3ഉം 10 റേഷ്യോ, അതിൽ ബോയ് 7 റേഷ്യോ, ഗേള് 3 റേഷ്യോ. ഇനി നമുക്കറിയാം ബോയ്സ് 28. ബോയിയുടെ റേഷ്യോ 7 റേഷ്യോയാണ് 28. ക്വസ്റ്റ്യനിൽ പറയുന്നു ബോയിയുടെ എണ്ണം 28. 7 റേഷ്യോ 28 ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 28/7 4. ഒരു റേഷ്യോ 4 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഗേള് ചോദിച്ചാൽ 3 റേഷ്യോ കണ്ടുപിടിക്കാം. 3 4 12. നിന്നോട് മുഴുവൻ പിള്ളേരെ ചോദിച്ചാൽ 10 റേഷ്യോ കണ്ടുപിടിക്കുക. ഒരു റേഷ്യോ 4 ആണെങ്കിൽ 10 റേഷ്യോ 10 × 4 40. നിന്നോട് മുഴുവൻ പിള്ളേരുടെ എണ്ണമാ ചോദിച്ചേ. മുഴുവൻ പിള്ളേർ 7ഉം 3ഉം 10 റേഷ്യോയാണ്. ഒരു റേഷ്യോ 4 ആണെങ്കിൽ 10 റേഷ്യോ 40. ഇനി ഇവിടുന്ന് വേണം എക്സ് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ബോയ്സ് 28, ബോയ്സിന്റെ റേഷ്യോ 7, അപ്പൊ 7x ആണ് 28. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 28/7 4. അപ്പൊ ഗേൾ എന്ന് പറയുന്നത് 3x, 3 4 12. 28ഉം 12ഉം കൂടെ ചേർത്ത് മൊത്തം 40, അല്ലെ മൊത്തം 10x, 4 40. എങ്ങനെ വേണേ ചിന്തിക്കാം. അടുത്ത ചോദ്യം ഓപ്ഷൻ ബി ആണ്. മക്കളെ, നമ്മളോട് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിലുള്ള 12 ആളുകളുടെ ശരാശരി മാർക്ക് 8. ഇനി ആ ഗ്രൂപ്പിലുള്ള n ആളുകളുടെ ശരാശരി മാർക്ക് 10. ആ ഗ്രൂപ്പിന്റെ മുഴുവൻ ശരാശരി 9.2 ആയാൽ എന്നിന്റെ വില എത്ര? 2018 ചോദ്യം. അപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലുള്ള 12 ആളുകളുടെ ശരാശരി മാർക്ക് 8. എണ്ണം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 12 പേരുണ്ട്, അവരുടെ ശരാശരി 8. അടുത്ത ഗ്രൂപ്പിൽ n ആളുകളുണ്ട്, അവരുടെ ശരാശരി 10. ഇനി ആ ഗ്രൂപ്പിന്റെ മുഴുവൻ, അതായത് ഈ ഇവന്മാരുടെ 8ഉം ഈ 10ന്റെയും കൂടെ മുഴുവൻ ശരാശരി 9.2 എന്നിന്റെ വില. അപ്പോൾ നമുക്ക് തൽക്കാലം എണ്ണം അവിടെ നിൽക്കട്ടെ. ആദ്യ ഗ്രൂപ്പിന്റെ ശരാശരി മാർക്ക് നമ്മളോട് പറയുന്നു 8. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ശരാശരി മാർക്ക് നമ്മളോട് പറയുന്നു 10. കണ്ടോ? ഇനി ഈ 2 ഗ്രൂപ്പിന്റെയും കൂടെ മുഴുവൻ ശരാശരി മാർക്ക് നമ്മളോട് പറയുന്നു 9.2. കണ്ടോ നാടിക്ക്? ആദ്യ ഗ്രൂപ്പിന്റെ മാർക്ക് 8, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ മാർക്ക് 10. ഈ 2 അവന്മാരുടെയും കൂടെ നടുക്ക് 9.2. നമ്മൾ ഇത് എല്ലാം കൂടെ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ
ഈ ഗ്രൂപ്പിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ കിട്ടും. നമ്മൾ ഏത് ക്വാണ്ടിറ്റി ആണോ ഇക്വേറ്റ് അല്ല അലിഗേറ്റ് ചെയ്യുന്ന താഴെ കിട്ടുന്നത് അവരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ ആയിരിക്കും. 8ഉം 9.2 തമ്മിലുള്ള വ്യത്യാസം 1.2, 10ഉം 9.2 തമ്മിലുള്ള വ്യത്യാസം 0.8. അപ്പൊ ഈ ഗ്രൂപ്പുകളുടെ എണ്ണത്തിന്റെ റേഷ്യോ 0.8ഉം 1.2 ആണ്. 0.8ഉം 1.2 ആണ്. ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സാധനം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സാധനം. അപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ അവരെ 8ഉം 12ഉം ആക്കാം, കുഴപ്പമില്ല. കാര്യം പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സാധനം ഇവിടെ. കാര്യം രണ്ടിടത്തും 10 കൊണ്ട് ഗുണിച്ചാൽ ഇത് 8 ആവും, ഇത് 12 ആവും. പേടിക്കണ്ട. ഈ 8ഉം 12ഉം നമുക്ക് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും 2:3. അപ്പോ ഈ ഗ്രൂപ്പിന്റെ എണ്ണത്തിന്റെ ശരാശരി നമുക്ക് മനസ്സിലായി 2:3. ആദ്യ ഗ്രൂപ്പിന്റെ എണ്ണത്തിന്റെ ശരാശരി അല്ല റേഷ്യോ. ആദ്യ ഗ്രൂപ്പിന്റെ എണ്ണത്തിന്റെ റേഷ്യോ 2, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ എണ്ണത്തിന്റെ റേഷ്യോ 3. ആദ്യ ഗ്രൂപ്പിൽ 12 ആളുകളുണ്ട് എന്ന് നമ്മളോട് പറയുന്നു. അപ്പൊ 2 റേഷ്യോയാണ് 12. രണ്ടാമത്തെ ഗ്രൂപ്പിൽ n ആളുകളുണ്ടെന്നാ പറയുന്നത്. എന്നിന്റെ വാല്യൂ വേണം. 2 റേഷ്യോ 12 ആണ്. ഒരു റേഷ്യോ എന്ന് പറയുന്നത് 12/2. നമുക്ക് പറയാം 6. അപ്പൊ ഒരു റേഷ്യോ 6. രണ്ടാമത്തെ ഗ്രൂപ്പിൽ n ആളുകളാണ്. n ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 3 റേഷ്യോ. ഒരു റേഷ്യോ 6 ആണ്. 3 റേഷ്യോ 18. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടെ അത് n എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അത് 18 ആണ്. അല്ലേ തന്നെ നിങ്ങളൊന്ന് നോക്കൂ. ആദ്യത്തെ ഗ്രൂപ്പിൽ 12 ആളുകൾ, രണ്ടാമത്തെ ഗ്രൂപ്പിൽ n ആളുകൾ. ഇവരുടെ റേഷ്യോ നമ്മളോട് പറയുന്നു 2:3. അല്ല, നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു 2:3. നമുക്കറിയാം 2 റേഷ്യോയാണ് 12. അപ്പോൾ ഒരു റേഷ്യോ 6 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് 3 റേഷ്യോ. ഒരു റേഷ്യോ 6 ആണെങ്കിൽ 3 റേഷ്യോ എന്ന് പറയുന്ന 6, 3, 18. ഇവിടെ വരെ ഒന്നുകൂടെ നമുക്കറിയാം ഒരു ഗ്രൂപ്പിലുള്ള ആളുകളുടെ 12 പേരുണ്ട് ആ ഗ്രൂപ്പിൽ. ആ എണ്ണം അവിടെ നിൽക്കേണ്ട. ആളുകളുടെ ശരാശരി മാർക്ക് 8. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിന്റെ ശരാശരി 8. രണ്ടാമത്തെ ഗ്രൂപ്പിൽ n ആളുകളുണ്ട്, നമുക്ക് എണ്ണം അറിയത്തില്ല. അവരുടെ ശരാശരി 10. ആദ്യത്തെ ഗ്രൂപ്പിന്റെ ശരാശരി 8, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ശരാശരി 10. ഈ ഗ്രൂപ്പിന്റെ മുഴുവൻ ശരാശരി 9.2 നടുക്കോട്ട്. ഈ 8ഉം 9.2 കൂടെ അലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യത്യാസം എടുക്കുമ്പോൾ 1.2. 10ഉം 9.2 കൂടെ വ്യത്യാസം എടുക്കുമ്പോൾ 0.8. ഇതായിരിക്കും നമ്മൾ അലിഗേറ്റ് ചെയ്ത ക്വാണ്ടിറ്റിയുടെ എണ്ണത്തിന്റെ, ആളുകളുടെ എണ്ണത്തിന്റെ റേഷ്യോ. എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 0.8:1.2. ഇവിടെയും പോയിന്റ് കഴിഞ്ഞ ഒരു സാധനം, ഇവിടെ ഒരു സാധനം. റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 8ഉം 12ഉം എന്നെടുക്കാം. ഇനി അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നു ചോദിച്ചാൽ ഇവിടെയും 10 കൊണ്ട് ഗുണിച്ചാൽ ഇത് 8ഉം ഇത് 12ഉം ആവും. പേടിക്കണ്ട. ഈ 8ഉം 12ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും 2:3. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിന്റെ എണ്ണത്തിന്റെ റേഷ്യോ 2, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ എണ്ണത്തിന്റെ റേഷ്യോ 3. ആദ്യത്തെ ഗ്രൂപ്പിന്റെ എണ്ണം നമ്മളോട് പറയുന്നു 12. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ എണ്ണം നമ്മളോട് പറയുന്നത് n ആളുകൾ. അപ്പൊ 2 റേഷ്യോയാണ് 12. 3 റേഷ്യോ n. അതെത്രാന്ന് ക്രോസ് ചെയ്ത് നോക്കാം. അല്ലെ 2 റേഷ്യോയാണ് 12. 2 ഗുണം 6 ആണ് 12. 3 റേഷ്യോ കാണാൻ 3 ഗുണം 6 18. ഇങ്ങനെ ചിന്തിക്കാം. അല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഗ്രൂപ്പിന്റെ എണ്ണത്തിന്റെ റേഷ്യോ 2:3 ആണ്. നമുക്കറിയാം 2 റേഷ്യോ എന്ന് പറയുന്നത് ആദ്യ ഗ്രൂപ്പ്, അത് 12 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 2 റേഷ്യോയാണ് 12 എങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 12/2. 12/2 6. രണ്ടാമത്തെ ഗ്രൂപ്പിൽ n ആളുകൾ. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 3 റേഷ്യോയാണ്. ഒരു റേഷ്യോ 6 ആണെങ്കിൽ 3 റേഷ്യോ 3, 6, 18. എവിടെ? ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇനി അതല്ല, ഇങ്ങനെ വേണേൽ ചിന്തിക്കാം. 2x 3x. ആദ്യത്തെ ഗ്രൂപ്പിൽ 12, 2xന്റെ വാല്യൂ 12, ഒരു എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് 6. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 3x, 3, 6, 18. എന്നിന്റെ സ്ഥാനത്ത് 18 വരും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. പറഞ്ഞ ഷോർട്ട് കട്ടുകളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി ഈ രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ആവറേജിൻ്റെ കുറേയധികം ചോദ്യങ്ങളോടുണ്ട് ഇനി. അതായത് കുറേ ആളുകളുടെ ഇടയിലേക്ക് ടീച്ചർ വരുമ്പോൾ ശരാശരി കൂടും, ടീച്ചർ പോകുമ്പോൾ ശരാശരി കുറയും, പിന്നെ സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരാശരി പ്രോബ്ലങ്ങളുണ്ട്. കുറച്ചുകൂടെ എളുപ്പമാണ് ഇതിനേക്കാളും. അതായത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി, ഗുണിതങ്ങളുടെ ശരാശരി, അല്ലെ കുറച്ച് സംഖ്യകളുടെ ശരാശരി ഇതാണെങ്കിൽ, അല്ലെ ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇതാണെങ്കിൽ വലിയ സംഖ്യ എത്ര, ക്യൂബുകളുടെ ശരാശരി, സ്ക്വയറുകളുടെ, ഇതൊക്കെ ചേർത്ത് ഒരു ക്ലാസ്സും കൂടെ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു ക്ലാസ്സിൽ കാണാം.